543 പാർലമെന്റ് മണ്ഡലങ്ങൾ എണ്ണുമ്പോ നമുക്കറിയാം ഈ രാജ്യത്ത് ആരധികാരത്തിൽ വരുമെന്ന്. 303 സീറ്റോടുകൂടി BJP ഒറ്റയ്ക്ക് അധികാരത്തിൽ നിൽക്കുന്നു. 45 സീറ്റ് പ്രതിപക്ഷ കക്ഷികളുമായി പുറത്തുണ്ട്. അപ്പോ ഈ രാജ്യത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഭരണം ഈ രാജ്യത്ത് വരാൻ പോവുകയാണ്. വീണ്ടും മോദി ഭരണം വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ അമ്മമാര്, സഹോദരിമാര്, നമ്മുടെ വീട്ടില് 10 വയസ്സിനുള്ളിൽ പ്രായമുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ 2 കുട്ടികൾ മാത്രം അവർ സുകന്യാ സമൃദ്ധി യോജന പദ്ധതിയിൽ അംഗമാകണം. അംഗമായിട്ടില്ല എങ്കിൽ ഒന്നുകിൽ തൊട്ടടുത്തുള്ള ബാങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ പോയി അതിന്റെ ഫോം മേടിച്ച് സുകന്യാ സമൃദ്ധി യോജനയില് 10 വയസ്സിനുള്ളിലുള്ള പെൺകുട്ടികൾ ഒരു കുടുംബത്തിൽ 2 പേർക്ക് അതിൽ അംഗമാകണം. പല പ്രാവശ്യമായി 1.5 ലക്ഷം രൂപ അടയ്ക്കുമ്പോ 6.25 ലക്ഷം രൂപ നമ്മുടെ കുടുംബത്തേക്ക് കടന്നു വരുന്ന ഒരു പദ്ധതിയാണ് നരേന്ദ്രമോദി കൊണ്ടുവന്ന സുകന്യാ സമൃദ്ധി യോജന. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 100 വോട്ട് നരേന്ദ്രമോദി നേരിട്ട് ഓരോ ഗ്രാമങ്ങളിലും ഓരോ ബൂത്തുകളിലും അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുണ്ട്. വോട്ട് പിടിക്കാൻ പോകുമ്പോൾ നമുക്കറിയാം, എനിക്ക് ഗ്യാസ് കിട്ടിയതുകൊണ്ട് അമ്മ പറയുന്നു ഈ പ്രാവശ്യത്തെ വോട്ട് നരേന്ദ്രമോദിക്ക്, താമരയ്ക്ക്. ചില വീടുകളിൽ ചെല്ലുമ്പോ പറയുന്നത്, എനിക്ക് 2000 രൂപ വെച്ച് ഒരു വർഷം 6000 രൂപ കിസാൻ സമ്മാൻ നിധി എന്റെ അക്കൗണ്ടിലേക്ക് വരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ വോട്ട് ഈ പ്രാവശ്യം നരേന്ദ്രമോദിക്ക് അനുകൂലമായി താമരയ്ക്ക് ചെയ്യുമെന്ന് പറയുന്നു. സത്യമാണ് പറയുന്നത്. ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു ചേച്ചി പറയുകയാണ്, എന്റെ ഭർത്താവിന് ഇവിടെ വസ്തുവുണ്ട്, എനിക്ക് തൊട്ടടുത്ത സ്ഥലത്ത് വസ്തുവുണ്ട്, പക്ഷെ എനിക്ക് ഇവിടെ ഈ വസ്തുവില് യാതൊരു അവകാശവുമില്ല. എന്റെ ഭർത്താവിന് 2000 രൂപ കിട്ടുന്നു. തൊട്ടടുത്തുള്ള സ്ഥലത്ത് എന്റെ റേഷൻ കാർഡിലെ പേരും കുടുംബവും മറ്റൊരിടത്താണ് എന്നെ കല്യാണം കഴിച്ചു, എനിക്ക് അവിടെയും 2000. അങ്ങനെ ഒരു വർഷം 12000 രൂപ എന്റെ കുടുംബത്തിലേക്ക് വരുന്നു. അത് CPM-ന്റെ ഒരു കുടുംബത്തിലെ സ്ത്രീയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ വോട്ട് നരേന്ദ്രമോദിക്ക്, താമരയ്ക്ക്, കൃഷ്ണകുമാർജിക്ക് എന്ന് അടിവരയിട്ട് അഭിമാനത്തോടെ പറയുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് സംജാതമായിരിക്കുന്നത്, ഇല്ലേ? ഏത് ദേശത്ത് ചെന്നാലും നമ്മുടെ കയ്യിൽ നിന്നും, നമ്മുടെ ഗവൺമെന്റിൽ നിന്നും ഒരാനുകൂല്യവും പറ്റാത്ത ഒരാളെങ്കിലും ഈ വേദിയിലോ ഈ പുറത്തോ നമ്മുടെ ഈ പ്രസംഗം ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരാളിന് പറയാൻ സാധിക്കുമോ? എല്ലാവർക്കും ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒന്നുകിൽ വാക്സിൻ, നമ്മുടെ രാജ്യത്ത് കോവിഡ് എന്ന മഹാമാരി പിടിമുറുക്കിയപ്പോ നമ്മുടെ രാജ്യത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ നരേന്ദ്രമോദി വാക്സിൻ കണ്ടുപിടിച്ചു. ഇവിടെ പിണറായി വിജയൻ ഭയങ്കരമായി പിരു നടത്തി. പെട്ടെന്ന് വാക്സിൻ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ വാക്സിൻ നിർമ്മിക്കും, അല്ലെങ്കിൽ ക്യൂവയിൽ നിന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവ് നടത്തി. അതിനൊന്നും കണക്കില്ല. അപ്പോ 3 പ്രാവശ്യമായിട്ട് എല്ലാവർക്കും എന്തു കൊടുത്തു? എല്ലാവർക്കും വാക്സിൻ കൊടുത്തു. ആ വാക്സിൻ കിട്ടാത്ത ഒരാളും ഇവിടെ ഉണ്ടാകില്ല. ഇവിടെ കരിഞ്ചന്തയിൽ പിണറായി വിജയൻ വിറ്റു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ വാക്സിൻ ഈ കേരളത്തിൽ വന്നപ്പോ അത് ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വഴി കൊടുക്കാതെ, ഇവിടുത്തെ അംഗൻവാടി വഴി കൊടുക്കാതെ, ഇവിടുത്തെ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റ ആളാണ് ഈ പിണറായി വിജയൻ. നമുക്ക് 600 1600 രൂപ കൊടുക്കേണ്ടി വന്നു. അപ്പോഴാണ് മോദി പറഞ്ഞു എല്ലാവർക്കും സൗജന്യമാണ്. എല്ലാവർക്കും സൗജന്യമായി വാക്സിൻ കൊടുത്ത ഒരു ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദി. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഈ കേരളത്തിന് ആവശ്യമാണെന്ന് പറയാൻ കാരണം. അങ്ങനെ കേരളത്തില് എല്ലാ മേഖലയിലും നമ്മുടെ നാട്ടില് ആളുകൾക്ക് എല്ലാം ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന് എല്ലാവരും വോട്ട് ചെയ്യുമെന്ന് പറയാൻ കാരണം. മറ്റൊരു വീട്ടിൽ ചെന്നപ്പോ ഒരമ്മ പറയുന്നത്, എനിക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ട്, ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം എനിക്ക് ആ കാർഡ് ലഭിച്ചു. അഭിമാനത്തോടെ പറയട്ടെ, എനിക്ക് എവിടെ പോയാലും 5 ലക്ഷം രൂപയുടെ ചികിത്സ കിട്ടും. അതുകൊണ്ട് താമരയ്ക്കോട്ട് ചെയ്യും. അതുകൊണ്ട് താമരയ്ക്കോട്ട് ചെയ്യും. അങ്ങനെ സാമ്പത്തികമായും അല്ലാതെയും ഈ രാജ്യത്ത് ഒരു പുതിയ പത്താവ് വെട്ടി തുടർന്നുകൊണ്ട് ഒരരയാൽ വൃക്ഷം പോലെ പടർന്ന് പന്തലിച്ച് ഗ്രാമാന്തരങ്ങളിൽ വേരുകളുള്ള
ഒരു പ്രസ്ഥാനമായി ഭാരതീയ ജനതാ പാർട്ടിയും എൻഡിഎയും മുന്നോട്ട് പോകുമ്പോൾ, അങ്ങനെ വളർന്ന് പന്തലിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു പടവലങ്ങ പോലെ കീഴോട്ട് വളരുന്ന കാഴ്ചയാണ് ഈ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1980 ഏപ്രിൽ 6 രൂപം കൊണ്ട ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യം ഭരിക്കുമ്പോൾ 1957 ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ഇടതുപക്ഷം CPIM ഇന്ന് എവിടെ നിൽക്കുന്നു? ചോദ്യം നമ്പർ 1. CPM-കാരനും DYFI-കാരനും CPM-കാരനും ഒക്കെ ഇവിടെ കിടന്നങ്ങ് വാലിളക്കുകയാണ്. നിങ്ങൾ ഒരു കാലത്തും ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായി വരാൻ പോകുന്നില്ല. ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒരു ചാൻസ് കൊടുത്തപ്പോ അവർ വേണ്ട എന്ന് പറഞ്ഞവരാണ് ഈ CPIM-കാര് ബംഗാളിൽ. ബഹുമാന്യനായ നമ്മുടെ രാജ്നാഥ് സിംഗ് ജി ഇവിടെ എത്തിച്ചേരാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ 2 ഘട്ടങ്ങളായി അവസരമുണ്ട്. ഒന്ന് വെൽക്കം ലൈനപ്പും 2 സി ഓഫ് ലൈനപ്പും ആണ്. ആദ്യം അദ്ദേഹം വരുന്ന സമയത്ത് സ്വീകരിക്കേണ്ട 15 പേരാണ്. അവരുടെ പേര് ഒന്നുകൂടി ഞാനൊന്ന് അറിയിക്കാം. ശ്രീ തെക്കടം സുദർശനൻ, ഹിന്ദു ഐക്യവേദി സ്റ്റേറ്റ് സെക്രട്ടറി. ശ്രീ സുദർശനൻ, BMS സ്റ്റേറ്റ് പ്രസിഡന്റ്. ശ്രീ അഡ്വക്കേറ്റ് R രാജേന്ദ്രൻ, അഭിഭാഷക പരിഷത്തിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി. ശ്രീ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ പിള്ള, BJP ചീഫ് ഇലക്ഷൻ ഏജന്റ്. ശ്രീ പ്രാക്കുളം ജയപ്രകാശ്, BJP സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ. ശ്രീ മണികണ്ഠൻ, KKC ഡിസ്ട്രിക്ട് സെക്രട്ടറി. ശ്രീ ഗിരിജ KS, LJP സ്റ്റേറ്റ് സെക്രട്ടറി. ശ്രീ വിനോദ് മീനന്തറയിൽ, NCP ഡിസ്ട്രിക്ട് പ്രസിഡന്റ്. ശ്രീ വിഷ്ണുക്കുറുപ്പ്, BJP ഡിസ്ട്രിക്ട് സോഷ്യൽ മീഡിയ കൺവീനർ. ശ്രീ പ്രതിലാൽ, BJP ഡിസ്ട്രിക്ട് മീഡിയ സെൽ കൺവീനർ. ശ്രീ ബെനഡിക്, RLJP കുണ്ടറ മണ്ഡലം പ്രസിഡന്റ്. ശ്രീ സനൽ മുഗലൂല, ശ്രീ കുണ്ടറ BJP കുണ്ടറ മണ്ഡലം ജനറൽ സെക്രട്ടറി. ശ്രീ ചിറക്കോണം സുരേഷ്, BJP കുണ്ടറ മണ്ഡലം ജനറൽ സെക്രട്ടറി. ശ്രീ ജിതിൻ, മുഖത്തല മണ്ഡലം ജനറൽ സെക്രട്ടറി. ശ്രീ സുരേഷ് ബാബു, മുഖത്തല മണ്ഡലം ജനറൽ സെക്രട്ടറി. ശ്രീ മാന്ത്ര സുദർശനൻ, NBP ഡിസ്ട്രിക്ട് പ്രസിഡന്റ്. അവരാണ് രാജ്നാഥ് സിംഗ് വരുന്ന സമയത്ത് സ്വീകരിക്കേണ്ട 16 പേർ. അവർ നേരത്തെ തന്നെ ഇവിടെ വന്ന് ലൈനായി നിൽക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ വിളിച്ച പേരിലുള്ളവരെ കടത്തിവിടുന്നില്ല എങ്കിൽ അവരോട് കാര്യം പറഞ്ഞ് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാത്ര സുദർശനൻ, NPP ഡിസ്ട്രിക്ട് പ്രസിഡന്റ്. അതോടൊപ്പം തന്നെ അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടെ ലൈനപ്പ് ആകേണ്ട 15 പേരുണ്ട്. അവരെ കൂടി ആദ്യം ഒന്ന് വായിക്കാം. പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ 12 അധ്യക്ഷന്മാർ: ശ്രീ അജയകുമാർ, ശ്രീ ദീപ സഹദേവൻ, ശ്രീ സാംരാജ് മതിലിൽ, ശ്രീ അഭിലാഷ് TR, ശ്രീ ഹരീഷ് തെക്കടം, ശ്രീ ജയപ്രകാശ്, ശ്രീ കൃഷ്ണരാജ്, ശ്രീ പ്രദീപ് ജി, ശ്രീ ബൈജു ചെറിവെണ്ണല്ലൂർ, ശ്രീ മനു ദീപം, ശ്രീ ഉമേഷ് ബാബു, ശ്രീ രഞ്ജിത്ത്, ശ്രീ അഭിജിത്ത് KS, ലോകസഭയുടെ വിസ്താരക്, ശ്രീ ജയപ്രകാശ്, കുണ്ട്ര മണ്ഡലത്തിന്റെ വിസ്താരക്, ശ്രീ മഠത്തിൽ സുനി, കുണ്ട്ര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ. ഇത്രയും പേരാണ് രാജ്നാഥ് സിംഗിയുടെ ലൈനപ്പിൽ പങ്കെടുക്കേണ്ടവർ. അവർക്ക് വേണ്ടുന്ന ഫ്ലവർ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ആ വെൽക്കം ലൈനപ്പിലുള്ളവർ 16 പേരും കൃത്യമായി അണിനിരക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ യുവതി യുവാക്കൾക്ക് മുദ്രാ യോജന വഴി വിതരണം ചെയ്തത് 40 കോടി വായ്പയാണ് ഗുണഭോക്താക്കൾ. 50%-ലധികം SC ST OBC വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. മെട്രിക് സ്കോളർഷിപ്പ് വഴി 4 കോടിയിലധികം പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസത്തിന് ആനുകൂല്യം കൊടുത്തൊരു ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്. അതുപോലെ പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതി വഴി 3 ലക്ഷത്തിലധികം കരകൗശല വിദഗ്ധർക്ക് പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ മോദി സർക്കാരിൻ്റെ കീഴിൽ പുതിയ 490 സർവകലാശാലകൾ, 7 IIT-കൾ, അതുപോലെ 15 എയിംസ്, 225 മെഡിക്കൽ കോളേജുകൾ എന്നിവ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ പ്രധാനമന്ത്രി കൗശൽ വികസന യോജന വഴി നൈപുണ്യ വികസന പരിശീലനം പൂർത്തിയാക്കിയ 1.37 കോടി യുവാക്കളിൽ 4.33 ലക്ഷം പേർക്ക് പ്രധാനമന്ത്രി തൊഴിൽ മേളകൾ വഴി നിയമനം നൽകിയിട്ടുണ്ട്. അതുപോലെ പിന്നോക്ക വിഭാഗത്തിലെ സംരംഭകർക്ക് സ്റ്റാൻഡപ്പ് ഇന്ത്യ വഴി സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട്. ലോകത്തിലെ വലുതും അതിവേഗം വളരുന്നതുമായ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്.
ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 വകുപ്പ് റദ്ദാക്കിയ ശേഷം ഭീകരാക്രമണങ്ങൾ കുറവായിട്ടുണ്ട്. അങ്ങനെ മികച്ച ഭരണം രാജ്യത്ത് കാഴ്ചവെക്കുകയാണ്. മേക്കിംഗ് ഇന്ത്യ വഴി രാജ്യത്തെ ഉൽപാദന മേഖലയിൽ നിന്നും DGPയുടെ വളർച്ച വളരെ വിദൂരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ ഇടപാടുകളിൽ ഇന്ത്യ ലോകത്തിൽ 1-ാം സ്ഥാനത്തെത്തി നിൽക്കുന്നു. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിയ ഒരു ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം നിർമ്മിച്ച നമ്മുടെ പ്രകടനപത്രികയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ലോകാരാധന നേതാവ് ശ്രീ നരേന്ദ്രമോദി ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ ക്യാമ്പയിൻ ഭാഗമായി 220 കോടിയിലധികം കോവിഡ് വാക്സിൻ ഡോസുകൾ രാജ്യത്തിന് പുറത്തും നൽകിയിരിക്കുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി നമ്മുടെ 40 കോടിയിലധികം വീടുകൾ നിർമ്മിച്ചു നൽകിയിരിക്കുന്നു. അതുപോലെ രാജ്യത്തെ 100% വൈദ്യുതീകരണം ജൽജീവൻ മിഷൻ പദ്ധതി വഴി 11 കോടിയിലധികം വീടുകൾക്ക് ടാപ്പ് കണക്ഷൻ കൊടുത്തൊരു ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. 1.46 ലക്ഷം കിലോമീറ്റർ ദേശീയപാത നിർമ്മാണവും 3.28 ലക്ഷം കിലോമീറ്റർ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും പൂർത്തീകരിച്ച ഒരു ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. 2014 മുതൽ രാജ്യത്ത് പ്രതിദിനം 37 കിലോമീറ്റർ റോഡുകളുടെ നിർമ്മാണം നടക്കുന്നു. 19 ലക്ഷത്തിലധികം ഗ്രാമങ്ങളിൽ അതിവേഗം ഇന്റർനെറ്റ് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. അതുകൊണ്ടാണ് പറയുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റിന് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മുടെ സിവിൽ സപ്ലൈകോയിൽ പോയാൽ 13-ന് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ കിട്ടുന്നില്ല. അത് വളരെ വില കുറച്ച് കിട്ടുന്ന സാധനങ്ങൾ 13 ഇനത്തിലുള്ള സാധനങ്ങൾ പഞ്ചസാരയും അരിയും അതുപോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. നമ്മുടെ കാരുണ്യ ഫാർമസിയിൽ ഇന്ന് മരുന്നില്ല. ജനങ്ങൾ മരുന്നില്ലാതെ വലയുന്നു. തൊട്ടടുത്ത് ജൻ ഔഷധി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ജൻ ഔഷധിയിൽ 300 രൂപയുടെ മരുന്നിന് 90 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നു. അങ്ങനെ മികച്ച ഭരണമാണ് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ശ്രീമതി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് കണ്ണട വാങ്ങിക്കാൻ 33,500 രൂപ കൊടുത്ത് കണ്ണട വാങ്ങിക്കുന്ന ഒരു സംസ്ഥാനം അവരുടെ കാഴ്ചകളൊക്കെ മങ്ങി തുടങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെ കാഴ്ച മങ്ങി തുടങ്ങിയ നമ്മുടെ ആ മന്ത്രിക്ക് കണ്ണട വാങ്ങിക്കാൻ 30,500 രൂപ ചെലവഴിച്ച സംസ്ഥാനമാണ് നമ്മുടെ ഈ സംസ്ഥാനം. അതുപോലെ നമ്മുടെ 108 ആംബുലൻസിൽ പട്ടികജാതി പെൺകുട്ടിയെ പീഡിപ്പിച്ച സംസ്ഥാനമാണ് ഈ സംസ്ഥാനം. അതുപോലെ തൈറോയിഡിന് ഓപ്പറേഷൻ ചെയ്ത് ICUവിൽ കിടന്ന പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളം. മധുവിനെയും വിശ്വനാഥനെയും ആദിവാസി യുവാക്കളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ സംസ്ഥാനമാണ് ഈ കേരളം. അതുകൊണ്ട് ഈ തരത്തില് നമ്മളെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ വോട്ട് കരസ്ഥമാക്കാൻ വരുന്ന ഇവരോട് ഈ പ്രാവശ്യം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു പ്രതിജ്ഞ എടുക്കണം. നമ്മളെ കുടുംബത്തിലും നമ്മുടെ അയൽവാസികളെ കൊണ്ടും നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കൃഷ്ണകുമാർജിക്ക് വോട്ട് രേഖപ്പെടുത്തണം എന്ന് നമ്മൾ അടിവരയിട്ട് പറയേണ്ട സാഹചര്യമാണ്. പണ്ടൊക്കെ പലതും സംഭവിച്ചിട്ടുണ്ട്, അത് സംഭവിക്കാൻ പാടില്ല. കാരണം ഭൂമിക്ക് സമം ഭൂമി, ആകാശത്തിന് സമം ആകാശം, ആഴിക്ക് സമം ആഴി, നരേന്ദ്രമോദിക്ക് സമം നരേന്ദ്രമോദി. സമാനതകളില്ലാത്ത നേതാവ്, ലോക രാഷ്ട്രം അംഗീകരിക്കുന്ന നേതാവ് നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ കൊല്ലത്തിന്റെ മണ്ണിൽ ജി കൃഷ്ണകുമാറിന് വോട്ട് രേഖപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, കൃഷ്ണകുമാർജിയെ കുറിച്ച് നിങ്ങൾക്കറിയാം, അദ്ദേഹം ഈ കേരളത്തിലെ കൊല്ലത്തിന്റെ വികസനമാണ് ചർച്ച ചെയ്യുന്നത്, വർഗീയതയല്ല. നമ്മൾ കണ്ടു, ഇവിടെ വിദ്യാർത്ഥികളോട് സംവദിച്ച് നമ്മൾ കണ്ടു, അത് വൈറലായി ഇല്ലേ? നമ്മുടെ ഇവിടെ തൊട്ടടുത്താണ് ITയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്തിന് ഒരു കൂറുമില്ലാത്ത വിദേശിയായിട്ടുള്ള ചെഗുവേരയ്ക്ക് ഇവിടെ നിങ്ങൾക്ക് അഭിവാദ്യം എഴുതാമെങ്കിൽ ഇവിടെ ജനിച്ചു വളർന്ന് ഈ കൊല്ലത്തിന്റെ മണ്ണിൽ വോട്ട് ചോദിക്കാൻ വന്നപ്പോ എന്നെ തടയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശമെന്ന് ചോദിച്ച ധീരനായ നേതാവ്, നമ്മുടെ കൊല്ലത്തിന്റെ വികസനം
വികസന പന്താവിലേക്ക് കുതിച്ചുയരുന്ന ഓരോ പത്രമാധ്യമത്തിനും ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് എന്താണോ ചോദിക്കുന്നത് അതിന് തക്കതായ മറുപടി കൊടുത്തുകൊണ്ട് നമ്മൾ കണ്ടു. കൊല്ലം കൊട്ടിയത്ത് വന്നിറങ്ങിയപ്പോ നമ്മൾ ബൈക്ക് റാലിയോടുകൂടി കൊല്ലത്തെത്തിയപ്പോ പത്രസമ്മേളനത്തില് എല്ലാവരും പത്രക്കാരുൾപ്പെടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ഒരു നേതാവാണ് എന്റെ മുന്നിലിരിക്കുന്നത്. ആ നേതാവിന് വേണ്ടി എല്ലാവരും വോട്ട് പിടിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ കടിവരയിടുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ഈ യോഗത്തെ അഭിസംബോധന സംസാരിക്കാൻ വേണ്ടി OBC മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പ്രകാശ് പാപ്പാടിയെ ക്ഷണിക്കുന്നു. बोलो भारत माता की, बोलो भारत माता की, बोलो भारत माता की. ഈ മഹാസമ്മേളനത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ, കൊല്ലം പാർലമെന്റിന്റെ ഇൻചാർജ് കൂടിയായിട്ടുള്ള ശ്രീ കെ സോമൻജി, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേർന്ന രാജ്യത്തിൻ്റെ ബഹുമാനായിട്ടുള്ള പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ജി, ഈ യോഗത്തെ മഹാസമ്മേളനത്തെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്ന BJPയുടെ കൊല്ലം ജില്ലാ അധ്യക്ഷൻ ഏറെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ BB ഗോപകുമാർ സർ, നമ്മുടെ ആദരണീയനായിട്ടുള്ള കൊല്ലം പാർലമെന്റിന്റെ പ്രിയങ്കരനായ സാരഥി ശ്രീ കൃഷ്ണകുമാർ ജി, ഈ മഹാസമ്മേളനത്തിന്റെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും പാർട്ടിയുടെയും ബഹുമാന്യരായിട്ടുള്ള നേതാക്കൾ, ഈ മഹാസമ്മേളനം വമ്പിച്ച വിജയമാക്കി തീർക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, കേരളത്തിലെ ഇങ്ങനെ ഒരു മഹാസമ്മേളനം നടക്കുമ്പോൾ ആ മഹാസമ്മേളനം രണ്ട് വ്യക്തികളുടെ അനുസ്മരണത്തോടെ, പ്രണാമത്തോടെ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം 1958 ഈ കേരളപുരത്തുനിന്ന് ഏതാണ്ട് 1/2 കിലോമീറ്റർ മാത്രം അപ്പുറമുള്ള ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലം, ആ ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് 1958 കേരളത്തിൽ നിലനിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ആ മന്ത്രിസഭ തൊഴിലാളി വർഗ പ്രസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച് വേരുറപ്പിച്ച പ്രസ്ഥാനം, ആ പ്രസ്ഥാനം കേരളത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്ന് ഭരണം നടത്തുമ്പോൾ ആദ്യമായി തൊഴിലാളി പ്രസ്ഥാനം തന്നെ രണ്ട് തൊഴിലാളികളെ വെടിവെച്ച് കൊന്ന സ്ഥലമാണ് ഈ ചന്ദനത്തോപ്പ്. അതുകൊണ്ട് തന്നെ ആ വെടിവെപ്പിൽ തൊഴിലാളികളെ വെടിവെച്ച് കൊന്ന 2 പേർ, ആ ധീരദക്ഷസാക്ഷികൾ ശ്രീ രാജനും ശ്രീ സുലൈമാനും, ശ്രീ രാജനും ശ്രീ സുലൈമാനും പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വർത്തമാനം ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ഒരു ശാപം, ആ ഒരു പ്രേതബാധ നമ്മുടെ കേരളത്തെ ഇന്നും കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മാറി മാറി ഭരിച്ചിട്ടുള്ള ഇടത് വലത് മുന്നണി സംവിധാനങ്ങൾ ഈ കേരളത്തെ എങ്ങോട്ടാണ് നയിച്ചത് എന്നുള്ളതിന് അതിൻ്റെ തുടക്കം തന്നെ പാളിപ്പോയി, തുടക്കം തന്നെ ചോരയിൽ മുങ്ങിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഈ 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പ്, രാജ്യത്തിൻ്റെ ഭരണം ആര് നിയന്ത്രിക്കണം എന്നുള്ളത് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെയും അതുപോലെ തന്നെ ഭാരതത്തിലെയും ഏതാണ്ട് ഭൂരിപക്ഷം ആളുകൾക്കും ജനങ്ങൾക്കും സംശയമില്ലാത്ത ഒരു വസ്തുതയുണ്ട്. ആ വസ്തുത മൂന്നാമതും ശ്രീമാൻ മോദിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണ സംവിധാനം രാജ്യത്ത് വരും എന്നുള്ളതാണ്. ആ കാര്യത്തിലെ രാജ്യത്തെ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ നമ്മളെ ആദർശപരമായി നേരിടുന്ന മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മുന്നണി സംവിധാനങ്ങൾക്കും തർക്കമില്ല. തർക്കമുള്ളത് ഒരേ ഒരു വിഷയത്തിൽ മാത്രമാണ്. 400 സീറ്റിൽ കൂടുതൽ പിടിക്കില്ല എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഈ സംവിധാനങ്ങൾക്ക് തർക്കമുള്ളൂ. പ്രിയമുള്ളവരെ, കൊല്ലത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന്
രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിലേക്ക് ഒരു MP കടന്നു പോകണം. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായ ചർച്ചാ വിഷയം. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കൊല്ലത്തെ നിവാസികളുടെ പ്രധാനപ്പെട്ട വിഷയം. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരാരും കഴിവുകെട്ടവരാന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ അങ്ങനെ ഒരു താരതമ്യം ചെയ്യപ്പെടുമ്പോൾ ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രത്തില് ഏത് ഓഫീസിലും ഒരു മുൻ അപ്പോയിന്റ്മെന്റോട് കൂടി കയറി ചെല്ലാൻ കഴിവും ശേഷിയും ശേംഷിയുമുള്ള സ്ഥാനാർത്ഥിയാണ് ശ്രീ കൃഷ്ണകുമാർജി എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. നിങ്ങളുടെ ഈ കൊല്ലത്തിന്റെ ദുരവസ്ഥ നമുക്കറിയാം. പരമ്പരാഗതമായിട്ടുള്ള തൊഴിൽ മേഖല, കശുവണ്ടി മേഖല, കയർ മേഖല, കൈത്തറി മേഖല, മത്സ്യബന്ധന മേഖല, ഈ മേഖലകളിലെല്ലാം നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഇന്ന് കൊല്ലം എവിടെ നിൽക്കുന്നു? തീരദേശത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മത്സ്യബന്ധന മേഖലയിലും ആ പറയുന്ന പ്രദേശത്തും ജീവിക്കുന്ന ആളുകളുടെ ജീവിത നിലവാരം നമുക്കറിയാം. അദ്ദേഹം സ്ഥാനാർത്ഥിയായി ഇവിടെ കൊല്ലത്ത് വന്നപ്പോൾ ആ കൊല്ലത്ത് വന്ന നിമിഷത്തിൽ തന്നെ ഈ കൊല്ല തീരദേശത്തുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടില് കൃത്യമായിട്ടുള്ള ഇടപെടിയിൽ, അവസരോചിതമായിട്ടുള്ള ഇടപെടിയിൽ, ആ ഇടപെടിയിൽ കൃത്യസമയത്ത് ആ തീരദേശ നിവാസികളായിട്ടുള്ള നമ്മളുടെ സഹോദരങ്ങളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലാനും ഈ ഭരണ സംവിധാനം രാജ്യത്ത് നിൽക്കുന്ന മനുഷ്യസ്നേഹപരമായിട്ടുള്ള, സത്യസന്ധപരമായിട്ടുള്ള, വികസനപരമായിട്ടുള്ള ആ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങളെ ഈ കൊല്ലത്ത് തീരദേശത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഇടപെടിയിൽ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ആരംഭത്തിൽ പറഞ്ഞത്, നമുക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനാർത്ഥി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥി വേണം ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെടാൻ. പ്രിയമുള്ളവരെ, മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ രാജ്യത്ത് ഇങ്ങനെ ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറയുന്ന മുന്നണി സംവിധാനം 2014 അതിനു മുമ്പ് നടന്നിട്ടുള്ള ഭരണ സംവിധാനം, ആ ഭരണ സംവിധാനത്തിന്റെ മുന്നിൽ, ആ ഭരണ സംവിധാനത്തിന്റെ കീഴിൽ ഈ രാജ്യത്ത് ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അതിന് തൊട്ടു മുമ്പ് നടന്നിട്ടുള്ള ഭരണ സംവിധാനത്തിന്റെ കീഴിൽ ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അഴിമതി, കൊള്ള എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആകാശവും ഭൂമിയും പാതാളത്തിലും വരെ അഴിമതി നടത്തിയിട്ടുള്ള ഭരണ സംവിധാനം നമ്മുടെ രാജ്യത്തെ മുച്ചോടവും കട്ടുമുടിക്കുന്ന കാഴ്ച. നട്ടം തിരിഞ്ഞ ജനത. ആകാശവും ഭൂമിയും നമുക്ക് മനസ്സിലാകും, പാതാളത്തിൽ എവിടെയാണ് അഴിമതി എന്ന് ചിലപ്പോ നമുക്ക് സംശയം തോന്നും. നമുക്കറിയാം കൽക്കരി കുംഭകോണം. ഒരു പേപ്പർ എടുത്ത് വെച്ച് ഒരറ്റത്തുനിന്ന് ഒരറ്റത്തേക്ക് നമ്മൾ ഫിഗർ എഴുതിയാൽ ആ പേപ്പറിനകത്ത് നിൽക്കാത്ത തരത്തിലുള്ള ഫിഗർ 1,74,000 കോടി രൂപയുടെ അഴിമതി ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള അഴിമതി സംവിധാനത്തെ 2014 ഈ രാജ്യത്ത് നിന്ന് തൂത്തെറിയണമെന്ന് തീരുമാനിച്ചപ്പോ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തില് ഈ രാജ്യത്ത് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോ, പ്രിയമുള്ളവരെ, രാജ്യത്തെ കേവല ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണ സംവിധാനം രാജ്യത്തേക്ക് കടന്നു വന്നു. അങ്ങനെ ഒരു ഭരണ സംവിധാനം രാജ്യത്തേക്ക് കടന്നു വന്നപ്പോ ഈ രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാം, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താം, വലിയ പഠനങ്ങൾ നടത്തി നമ്മുടെ രാജ്യത്ത്. അങ്ങനെ ഒരു പഠനം നടത്തിയപ്പോ പല രൂപത്തിലുള്ള സംഗതികൾ ഈ ഭരണാധികാരികളുടെ മുന്നിലേക്ക് വന്നു. അങ്ങനെ വന്ന ഒരു സംഗതിയുണ്ട്. ശ്രീമാൻ രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു മനസ്സ് വന്നപ്പോ അദ്ദേഹം ഒരു അന്വേഷണം നടത്തി. ഈ രാജ്യത്ത് നടക്കുന്ന പദ്ധതികൾ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ചെല്ലാതിരിക്കുന്നതിനെ കുറിച്ചൊരു അന്വേഷണം. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയപ്പോ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്ന 1 രൂപയുടെ പദ്ധതി, ആ 1 രൂപയുടെ പദ്ധതി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുമ്പോ അത് 85 പൈസയും ഇടത്തട്ടുകാരൻ, അഴിമതിക്കാരൻ അടിച്ചു മാറ്റപ്പെടുന്നു. അത് അനുവദിക്കാൻ പാടില്ല എന്ന തരത്തിലൊരു റിപ്പോർട്ടാണ് വന്നത്. ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ പുരോഗതിയെക്കുറിച്ച് ചിന്തിച്ചപ്പോ, അതിന് പദ്ധതി ആസൂത്രണം ചെയ്തപ്പോ ശ്രീമാൻ രാജീവ് ഗാന്ധി അന്വേഷിച്ച റിപ്പോർട്ടാണ്. അതുകൊണ്ട് വേണ്ട എന്ന് തീരുമാനിച്ചില്ല.
ശ്രീമാൻ രാജീവ് ഗാന്ധി അന്വേഷിച്ച റിപ്പോർട്ടാണ്. ആ അന്വേഷണ റിപ്പോർട്ട് ഈ രാജ്യത്തിന് ഉപകാരപ്രദമാകും എന്ന് കണ്ടപ്പോ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് രാജ്യത്തെ അഴിമതിക്കാരനെ ഇല്ലായ്മ ചെയ്യാൻ, കൊള്ളക്കാരനെ ഉന്മൂലനം ചെയ്യാൻ രാജ്യത്ത് ആദ്യമായി പദ്ധതി വന്നു. എന്താ പദ്ധതി? രാജ്യത്തെ ഏതാണ്ട് നല്ലൊരു ശതമാനം ആളുകൾക്ക് ഒരു ബാങ്കിലും അക്കൗണ്ടില്ല. രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അക്കൗണ്ട് ചേർക്കുന്ന പദ്ധതി ഒരു വെള്ളി രൂപയുടെ ചെലവില്ലാതെ കണ്ട് നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നു. ജൻധൻ അക്കൗണ്ട് എന്ന് പറയുന്ന പദ്ധതി. അങ്ങനെ ഒരു അക്കൗണ്ട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയപ്പോ ഈ കേരളത്തിലെയും രാജ്യത്തെയും ഇടത് വലത് മുന്നണി സംവിധാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും പ്രചരണം നടത്തി. ബാങ്കിൽ അക്കൗണ്ട് തുറന്ന മോദിജി വിശപ്പ് മാറുമോ എന്ന് ചോദിച്ചു. നമ്മുടെ അനുഭവത്തിൽ വന്നു. ബാങ്കിൽ അക്കൗണ്ട് തുറന്നതിൻ്റെ പേരിൽ ഭാരതത്തിലെ ജനങ്ങൾക്ക് അത് ക്ഷേമമായി, രാജ്യത്തെ ജനങ്ങൾക്കത് വലിയ സഹായമായി മാറിയ കാഴ്ച. കെട്ടകാലം, കൊറോണ കാലം രാജ്യത്തും ലോകത്തും ജനങ്ങൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാലഘട്ടം. അമേരിക്ക പോലെ, കാനഡ പോലെ വലിയ വികസ്വര രാജ്യങ്ങൾ, ആ വികസ്വര രാജ്യങ്ങളിലെ ഭരണാധികാരികൾ എന്ത് ചെയ്യണമെന്ന് അന്തം വിട്ട് മുകളിലേക്ക് നോക്കിയിരിക്കുമ്പോ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരി, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി മുഴുവൻ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കാൻ വേണ്ടി നല്ല നടപടികൾക്ക്, ചിന്തകൾക്ക്, പ്ലാനുകൾക്ക് നേതൃത്വം കൊടുത്തു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു നേരത്തെ വരുമാനത്തിന് മാർഗം കണ്ടെത്താൻ സാഹചര്യമില്ലാത്ത ഒരു നിലപാട്. കുഞ്ഞുങ്ങൾക്ക് ആഹാരം വേണം, പ്രായമായവർക്ക് മരുന്ന് വേണം. ഒന്നും ചെയ്യാൻ മാർഗമില്ലാതെ അന്തം വിട്ടിരിക്കുമ്പോൾ മരുഭൂമിയിൽ പെയ്ത മഴ പോലെ നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലേക്ക് വരും, അക്കൗണ്ടിലേക്ക് വരുന്നു. അമ്മ സഹോദരിമാരുടെ അക്കൗണ്ടിലേക്ക് 500 500 500 വീതം 3 തവണ 1500. അങ്ങനെ 1500 രൂപ വന്ന് ഈ രാജ്യത്തെ പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുന്നു. ഈ രാജ്യത്തിന്റെ വികസനം ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് കാണുന്നു. രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനം സാധ്യമാകണമെങ്കിൽ രാജ്യത്തിന്റെ ഉൽപാദകരായിട്ടുള്ള കർഷകരുടെ ഉന്നമനം സാധ്യമാകണമെന്ന് കണ്ടെത്തുന്നു. അങ്ങനെ രാജ്യത്തെ മുഴുവൻ കർഷകരുടെയും അക്കൗണ്ടിലേക്ക് അടുത്ത ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവകരമായ പദ്ധതിയായി 2000 വീതം ഒരു വർഷം 6000 രൂപ നേരിട്ട് അക്കൗണ്ടിലേക്ക് വരുന്ന പദ്ധതി. പ്രിയമുള്ളവരെ, അങ്ങനെ 6000 രൂപ വന്നതും 1500 രൂപ വന്നതും 7500 രൂപ ആ കാലത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നത് ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ബാങ്കിൽ അക്കൗണ്ട് തുറന്നാൽ മോദിജി വിശപ്പ് മാറുമോ എന്ന് ചോദിച്ച ഇടത് വലത് മുന്നണി സംവിധാനങ്ങളുടെ കർണക്കുറ്റിക്കിട്ട് കൊടുത്ത അടിയായി മാറിയിട്ടുണ്ടായിരുന്നു ആ പദ്ധതി. നമ്മളെ നേരിടാൻ സംവിധാനം വന്നു, ഇൻഡി സംവിധാനം. എന്താ ഒരു പഴയ കഥ ഓർമ്മ വരുക, മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥ. എന്താ എഗ്രിമെന്റ്? മഴ വന്നാൽ കരിയില മണ്ണാങ്കട്ടയെ സംരക്ഷിക്കണം, കാറ്റ് വന്നാൽ മണ്ണാങ്കട്ട കരിയിലെ സംരക്ഷിക്കണം. അങ്ങനെ രൂപപ്പെട്ടിട്ടുള്ള ഇൻഡി സംവിധാനം എന്താ അവസ്ഥ? മണ്ണാങ്കട്ട ഉള്ളിടത്ത് കരിയിലയില്ല, കരിയില ഉള്ളിടത്ത് മണ്ണാങ്കട്ടയില്ല. ഇത് രണ്ടും ഉള്ളിടത്ത് യവന്മാർ തമ്മിലടിക്കുക, മഴ പെയ്ത മണ്ണാങ്കട്ട മാറി നിൽക്കും, കരിയില മാറി നിൽക്കും. ഇതാണ് അവസ്ഥ കേരളത്തിൽ. പ്രിയമുള്ള ഒരു പറ്റിക്കൽ മുന്നണി സംവിധാനം കേരളത്തിൽ കുറെ കാലമായി പ്രവർത്തിക്കുന്നു. അതിനടിവരയിടാൻ, അതിന് ആണിയടിക്കാൻ, അതിന്റെ ശവക്കല്ലറയ്ക്ക് ആണിയടിക്കാൻ സമയമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, അത്തരം ആണികളുമായി നമ്മൾ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പില് 26-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോ ഈ അവിശുദ്ധ മുന്നണി, ഈ ഇന്ത്യ മുന്നണി നമ്മുടെ രാജ്യത്തുനിന്ന് ഈ പറയുന്ന പടിഞ്ഞാറെ അറബിക്കടലിലേക്ക് തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ചൂലുമായി നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് ഉത്തരവാദിത്തം വലുതാണ്. പ്രിയമുള്ളവരെ, ആ ഉത്തരവാദിത്വത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിങ്ങൾക്കെല്ലാം ആത്മവിശ്വാസം ഉണ്ടാകട്ടെ. സർവശക്തനായിട്ടുള്ള പൊന്നുതമ്പുരാൻ നിങ്ങൾക്കെല്ലാവർക്കും അതിനുള്ള അനുഗ്രഹം നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ചെറിയ വർത്തമാനം ഈ വളരെ ക്ഷമയോടെ കേട്ടിരുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ബോലോ ഭാരത് മാതാ കീ. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള മുതിർന്ന വ്യക്തികൾ, സഹപ്രവർത്തകർ,
ഇവിടെ കൂടിയിട്ടുള്ള അമ്മ പെങ്ങന്മാരെ, സഹോദരങ്ങളെ, ഭാരതീയ ജനതാ പാർട്ടി NDAയുടെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന കൃഷ്ണകുമാർ ജിയെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നാം എല്ലാവരും ഇന്നിവിടെ ഈ പൊരുവെയിലത്തും എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ നാട്ടിൽ വിശ്രമമില്ലാതെ ഞങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. ഞങ്ങൾക്ക് ഇടതുഭാഗത്തുള്ള ചെറിയ കാറ്റിൽ ഞങ്ങളിവിടെ ശീതളമണിയുമ്പോഴും ഈ കൊടും ചൂടിൽ വിയർത്ത് ഒരു നോക്ക് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന രാജ്നാഥ് സിംഗ് ജിയെ ഒന്ന് കാണുവാൻ, നമ്മുടെ പ്രവർത്തകർക്ക് ആവേശം പകരുവാൻ, വരാൻ പോകുന്ന പ്രവർത്തനങ്ങളിൽ അതിശക്തമായി നമുക്ക് ബൂത്തുകളിലേക്ക്, പ്രവർത്തകരുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലുവാൻ ഒക്കെ ആവേശകരമാകുന്ന ഒരു പരിപാടിയായി ഇത് മാറുമെന്ന് ഒരു സംശയവുമില്ല. ഇവിടെ ഏറ്റവും വൈകി വന്ന സ്ഥാനാർത്ഥി ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സഖ്യത്തിന്റെ കൃഷ്ണകുമാർ ജിയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഒന്നാമത് നിൽക്കുന്ന, പ്രവർത്തകരുടെ മനസ്സിൽ ഒന്നാമത് നിൽക്കുന്ന, സാധാരണ വോട്ടർമാരുടെ മനസ്സിൽ ഒന്നാമത് നിൽക്കുന്ന സ്ഥാനാർത്ഥി അത് നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണകുമാർ ജി തന്നെയാണ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൊണ്ട്, അദ്ദേഹം കടന്നു ചെന്ന പ്രശ്ന പരിഹാരം കൊണ്ട്, അദ്ദേഹം പോയിട്ടുള്ള മേഖലകളിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള കഴിവുകളുടെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഒക്കെ തന്നെ പശ്ചാത്തലത്തിൽ നമുക്കിന്ന് പറയുവാൻ സാധിക്കും, കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ അത്യുജ്വലമായ, അത്ഭുതാത്മകരമായിട്ടുള്ള ഒരു പ്രവർത്തനം, ഒരു റിസൾട്ട് ഈ വരുന്ന 26-ാം തീയതിക്ക് ശേഷം ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ ഈ കൂടിയിരിക്കുന്ന ജനങ്ങളോട്, ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുവാനായി ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 69 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൽപ്പണിയെടുത്ത്, ഓട്ടോ ഓടിച്ച്, മേശിരിപ്പണിക്ക് പോയി, കൂലിപ്പണിക്ക് പോയി, കഷ്ടപ്പെട്ട് ഇതുപോലെ നമ്മളെ സംരക്ഷിക്കുവാൻ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ അണിചേരണമെന്ന് ആഗ്രഹിച്ച ഒരു വിഭാഗം ജനങ്ങളുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. ആ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 69 ദിവസം ആ പെരുവെയിലത്ത്, പെരുമഴയത്ത് മുട്ടിലിഴഞ്ഞ് ശയന പ്രദർശനം ചെയ്ത് ഇന്നാട്ടിലെ ഭരണാധികാരികളോട് പിച്ച തെണ്ടുന്നത് പോലെ ആ ചെറുപ്പക്കാർ അപേക്ഷിച്ചു, കുറച്ചു നാളത്തേക്കെങ്കിലും ഞങ്ങളുടെ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒന്ന് നീട്ടിക്കൂടെ എന്ന്. പക്ഷേ ആ ഭാഗത്ത് 24 മണിക്കൂറും ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഉറക്കെ മുറവിളി കുളിക്കുന്ന DYFIയുടെയോ AISFന്റെയോ അതുപോലെ തന്നെ ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങളുടെ ആളുകളെ കണ്ടില്ല. മറിച്ച് അവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെയും യുവമോർച്ചയുടെയും കരുത്തുറ്റ ചെറുപ്പമായിരുന്നു. പ്രിയമുള്ളവരെ, ആ തെരുവിൽ അവർ സമരം ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ അവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ചെറുപ്പക്കാരായിരുന്നു. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതേ തിരുവനന്തപുരത്ത് തന്നെ ഒരു ജോലി പ്രതീക്ഷിച്ച് എക്സൈസ് റാങ്ക് ലിസ്റ്റിൽ 79ാമത് റാങ്കിലേക്ക് എത്തിച്ചേർന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, അനൂപ്. ഈ അനൂപ് ഒരു മുരം കയറിൽ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിച്ചു. എന്തിനാണെന്നറിയണ്ടേ? പ്രേമ നൈരാശ്യം കൊണ്ടല്ല, മറിച്ച് ജീവിത നൈരാശ്യം കൊണ്ട്. അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് അദ്ദേഹം കാത്തു നിൽക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട നമ്മളെല്ലാവരും കാത്തിരുന്ന ആരാധനായ നമ്മുടെ രാജ്നാഥ് സിംഗ് ജി ഇവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് കൈയടിച്ച് കരഘോഷങ്ങളോട് കൂടി സ്വീകരിക്കണം. ഭലോ ഭാരത് മാതാ കേ, ഭലോ ഭാരത് മാതാ കേ.
സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം രാജ്നാഥ് സിംഗ് की स्वागतम राजनाथ सिंह जी की स्वागतम രാജ്നാഥ് സിംഗ് जी की स्वागतम राजनाथ सिंह जी की स्वागतम കൊല്ലത്തിന്റെ സ്വാഗതം राजनाथ सिंह जी की स्वागतम കൊല്ലത്തിന്റെ സ്വാഗതം കൊല്ലത്തിന്റെ സ്വാഗതം സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം ഭാരത് മാതാ കി बोलो भारत माता की ഭാരത് മാതാ കി बोलो भारत माता की ഭാരത് മാതാ കി बोलो भारत माता की बोलो भारत माता की സ്വാഗതം സുസ്വാഗതം स्वागतम सुस्वागतम രാജ്നാഥ് സിംഗ് की स्वागतम राजनाथ सिंह जी की स्वागतम രാജ്നാഥ് സിംഗ് जी की स्वागतम राजनाथ सिंह जी की स्वागतम സ്വാഗതം സുസ്വാഗതം स्वागतम सुस्वागतम കൊല്ലത്തിന്റെ സ്വാഗതം കൊല്ലത്തിന്റെ സ്വാഗതം സ്വാഗതം സുസ്വാഗതം പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യമായി വന്ദേ മാതരം കുമാരി വർഷ. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം ഭാരത് മാതാ കി ജയ്. ഈ പൊതുസമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി രാജനായ എസ് പ്രശാന്ത് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷൻ, പാർട്ടിയുടെ കൊല്ലം ലോക്സഭാ ഇൻചാർജും ദക്ഷിണമേഖലയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ കെ സോമൻ അവർകൾ, ഏറെ പ്രിയപ്പെട്ട കൊല്ലത്തിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജി, ഇന്ന് ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള ദേശീയ നേതാവും കേന്ദ്രമന്ത്രി പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ രാജ്നാഥ് സിംഗ് ജി, പാർട്ടിയുടെ ബഹുമാനനായ കൊല്ലത്തെ കരുത്തുറ്റ ജില്ലാ നായകൻ, ജില്ലാ അധ്യക്ഷൻ ശ്രീ ബി ഗോപകുമാർ അവർകൾ, ശ്രീ MS ശ്യാംകുമാർജി അവർകൾ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഇന്നൊരു മഹാസമ്മേളനത്തിനാണ് കുണ്ട്രയിലെ കേരളപുരം സാക്ഷ്യം വഹിക്കുന്നത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ BJPയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും കരുത്തു തെളിയിക്കുന്ന മഹാസമ്മേളനം. ഈ മഹാസമ്മേളനത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഏപ്രിൽ മാസം 26-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഈ രാജ്യത്ത് ആര് പ്രധാനമന്ത്രിയാകണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ്, ഈ രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ്, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന 10 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ, ഈ ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാകുന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഒരു പാർട്ടി ഇവിടെ മത്സരിക്കുമ്പോൾ ആരാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പോലും അറിയാതെ ഒരു അവിയലി മുന്നണിയാണ് ഇന്ന് ഈ രാജ്യത്ത് BJPക്കെതിരെ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികൾ. നമുക്കറിയാം, ബഹുമാനനായ കൃഷ്ണകുമാർജി കഴിഞ്ഞ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അതിനുശേഷവും അതിനു പിമ്പും അദ്ദേഹം നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, കൊല്ലം ജില്ലയിൽ നാമമാത്രമായ ദിവസം കടന്നു വന്ന അന്ന് മുതൽ തന്നെ കൊല്ലം ജില്ലയുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും കണ്ണിലുണ്ണിയായി മാറിയ നമ്മുടെ സ്ഥാനാർത്ഥി. നിങ്ങൾക്കറിയാം, തീരദേശ മേഖലയിൽ ഒരു വിഷയമുണ്ടായി.
ആ തീരദേശ മേഖലയിൽ ഒരു ദിവസം കഴിഞ്ഞ 2 ആഴ്ചക്കാലം മുമ്പ് 11 വീടുകൾ ഒരേ സമയം കടലെടുത്തു. ഒരു MP അവിടെ പോയില്ല, ഒരു MLA പോയില്ല, ഒരു ഭരണകൂടവും അവിടെ പോകാൻ തയ്യാറായില്ല. അവിടെ കടന്നു ചെന്ന് ആ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ ദുഃഖവും ദുരിതവും പങ്കുവച്ചു അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദുഃഖത്തിനും ദുരിതത്തിനും അറുതി വരുത്തുവാൻ കേന്ദ്ര നിരീക്ഷകരാൽ ഫിഷറീസ് വകുപ്പ് മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർ വന്ന് ഇതിനെ സംബന്ധിച്ചൊരു കണക്കെടുപ്പ് നടത്തും, നിങ്ങളുടെ നഷ്ടത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തും എന്ന് അദ്ദേഹം പറഞ്ഞു. 24 മണിക്കൂറിനകത്ത് കേന്ദ്ര സംഘത്തെ അദ്ദേഹത്തെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ട്? വാക്കു പാലിക്കുന്ന ഒരു നേതാവ്, അങ്ങനെയുള്ള ഒരാൾ കൊല്ലത്ത് നിന്ന് തെരഞ്ഞെടുക്കണം. ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം കല്ലുവാതുക്കൽ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, കൃഷ്ണകുമാർ കൊല്ലത്ത് നിന്ന് ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാണ്, ഒരു കേന്ദ്രമന്ത്രിയാണ് ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കേണ്ടത് എന്നാണ് കൊല്ലത്തെ ജനം തീരുമാനിക്കേണ്ടത്. അതേസമയം മറുവശത്ത് പ്രേമചന്ദ്രൻ, ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ രാജ്യത്തെ എല്ലാ വർഗീയ ശക്തികളെയും രാജ്യവിരുദ്ധ ശക്തികളെയും കോർത്തിണക്കിക്കൊണ്ട് SDPക്കാരന്റെയും പോപ്പുലർ ഫ്രണ്ടുകാരന്റെയും അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനയായിട്ടുള്ള ഹമാസ് അടക്കമുള്ള സംഘടനകളുടെ ഒത്താശയോടുകൂടി മത്സരിക്കാൻ ശ്രമിക്കുന്ന പ്രേമചന്ദ്രന്റെ 10-25 വർഷക്കാലത്തെ ഭരണ നേട്ടത്തെ കുറിച്ച് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലുണ്ടാകണം എന്ന അഭ്യർത്ഥനയാണ് ഉണ്ടാകേണ്ടത്. മൂന്നാമതൊരു കോമാളിയായ മുകേഷ്, നിങ്ങൾക്കറിയാം 8 വർഷക്കാലമായി കൊല്ലം നിയമസഭാ മണ്ഡലത്തിന്റെ MLA ആയിരുന്നു. MLA എന്നുള്ള നിലയിൽ പരാജയപ്പെട്ട MLA, MP എന്നുള്ള നിലയിൽ പരാജയപ്പെട്ട പ്രേമചന്ദ്രൻ, അവർ വോട്ട് ചെയ്യണമോ ഈ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തെ പ്രതികരിക്കുന്ന കേന്ദ്രമന്ത്രിക്ക് വോട്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ട തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടതെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാന്യനായ അധ്യക്ഷൻ, പാർട്ടിയുടെ ദക്ഷിണമേഖലയുടെ അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ 1-2 മാസക്കാലമായി ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ നിന്ന് കൊല്ലത്ത് വന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ പ്രഭാരി ദക്ഷിണമേഖലയുടെ അധ്യക്ഷൻ ശ്രീ K. സോമൻ അവർകൾ, അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ദേശീയ നേതാക്കന്മാരിൽ ഏറ്റവും പ്രധാനി, ഇന്ത്യയിലെ കരുത്തുറ്റ പ്രതിരോധ സേനയുടെ തലവൻ, ഡിഫൻസ് മിനിസ്റ്റർ, അയൺ പുരുഷൻ ആയിട്ടുള്ള നമ്മുടെ പ്രതിരോധ സേനയുടെ തലവനായിട്ടുള്ള രാജ്നാഥ് സിംഗ് ജി, അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ ഭാഗ്യമാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി മാർദ്ദവമായി സ്വാഗതം ചെയ്തുകൊണ്ടുന്നു. അതോടൊപ്പം നമ്മുടെ ജില്ലയുടെ അധ്യക്ഷൻ, കഴിഞ്ഞ 4 വർഷക്കാലമായി കരുത്തുറ്റ പ്രവർത്തനം, കൊല്ലം ജില്ലയെ BJP നമ്പർ 1 രാഷ്ട്രീയ പാർട്ടിയാക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന നമ്മുടെ ജില്ലയുടെ കൊല്ലം ജില്ലയുടെ കരുത്തനായ അധ്യക്ഷൻ ശ്രീ BB ഗോപകുമാർ അവർകൾ, അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചു ബഹുമാനായ നമ്മുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജി, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായ സ്ഥാനാർത്ഥി, ഈ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായിട്ടുള്ള നമ്മുടെ കൃഷ്ണകുമാർജി, സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കൊല്ലത്ത് താമര വിരിയിക്കാൻ നിയോഗിക്കപ്പെട്ട മോദിജി അയച്ച നമ്മുടെ പ്രതിനിധി, അദ്ദേഹത്തെ യോഗത്തിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അദ്ദേഹത്തിന്റെ ബഹുമാനായിട്ടുള്ള ശ്രീമതി സിന്ധു കൃഷ്ണ, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകളും പ്രമുഖ ചലച്ചിത്ര താരം കൂടിയായിട്ടുള്ള ശ്രീ അഹാന, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള ശ്രീ MS ശ്യാംകുമാർജി, അവിടെ അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ, പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷന്മാർ, ജില്ലയുടെ പ്രഭാരിമാർ, ജില്ലാ ഭാരവാഹികൾ, മോർച്ചയുടെ അധ്യക്ഷന്മാർ, ബൂത്ത് തലം മുതൽ ഈ പ്രവർത്തനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് മുന്നോടിയാക്കി 100 കണക്കിന് 1000 കണക്കിന് 10000 കണക്കിന് പ്രവർത്തകന്മാരെ ഇവിടെ കൊണ്ടുവന്ന ഒരു മഹാസമ്മേളനത്തിന് തയ്യാറെടുപ്പ് നടത്തിയ പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരെയും ഈ സമ്മേളനത്തിന് പേരിൽ സ്വാഗതം ചെയ്തു നിർത്തുന്നു. വന്ദേ മാതരം. അധ്യക്ഷ പ്രഭാഷണത്തിന് വേണ്ടി ഈ യോഗത്തിന്റെ അധ്യക്ഷനും ദക്ഷിണ മേഖലയുടെ പ്രസിഡന്റും ലോക്സഭാ മണ്ഡലത്തിന്റെ ഇൻചാർജുമായിട്ടുള്ള ആദരണീയ K. സോമൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. ആരാധ്യനായ ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ജി, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ BB ഗോപകുമാർ അവർകൾ,
കൊല്ലത്ത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥിയായി തേരോട്ടം നടത്തുന്ന NDAയുടെ കരുത്തനായ സാരഥി ശ്രീ കൃഷ്ണകുമാർജി, ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ, പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗം കൂടിയായിട്ടുള്ള ശ്രീ MS ശ്യാംകുമാർ അവർകൾ, നമ്മുടെ രാജ്നാഥ് സിംഗ് ജിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്ന യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ ശ്യാംരാജ് അടക്കം വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആരാധ്യരായ നേതാക്കന്മാർ, സഹപ്രവർത്തകന്മാർ, മാധ്യമ സുഹൃത്തുക്കൾ, ഈ സമ്മേളനം വിജയിപ്പിക്കാൻ അക്ഷീണം പരിശ്രമിച്ച് വലിയ ജനാവലിയെ ഇവിടെ എത്തിച്ച സഹപ്രവർത്തകന്മാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രിയമുള്ളവരെ, നാം ഇവിടെ കൂടിയിരിക്കുന്നത് ആരാധ്യനായ നമ്മുടെ പ്രതിരോധ മന്ത്രിയുടെ പ്രസംഗം കേൾക്കാനാണ്. ദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗത്തിന് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നതേയില്ല. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് വരുന്ന തലമുറയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള വോട്ട് രേഖപ്പെടുത്തലായിരിക്കണം. അത് കൃഷ്ണകുമാർജിക്ക് വോട്ട് നൽകി അദ്ദേഹത്തെ വിജയിപ്പിച്ചുകൊണ്ടായിരിക്കണമെന്ന് പ്രിയമുള്ളവരെ ഞാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ആലപ്പുഴയിൽ ഞങ്ങൾക്ക് മറക്കാനാകാത്ത പേരാണ് നന്ദുവിന്റെ പേര്. വയലാറിലെ നന്ദു, ഒരു കുറ്റവും ചെയ്യാത്ത ഒരു 20 വയസ്സുകാരൻ, ഒരച്ഛന്റെയും അമ്മയുടെയും ഒരേ ഒരു മകൻ, ഒരു സാധാരണ കുടുംബത്തിൽ ആറ്റുനോറ്റു വളർത്തിയ ആ നന്ദുവിനെ ഭീകരവാദികൾ ഒറ്റക്കുത്തിന് അപ്രതീക്ഷിതമായി ആക്രമിച്ച് കൊല്ലപ്പെടുത്തുമ്പോ, പ്രിയമുള്ളവരെ, നന്ദുവിന്റെ തുറന്ന കണ്ണുകൾ മൃതദേഹമായി മാറിയപ്പോ ആ കണ്ണു തിരുമി അടയ്ക്കാൻ ഞങ്ങൾ സാക്ഷിയായവരാണ്. ഇനി ഒരു നന്ദു നമുക്ക് നഷ്ടമാകാൻ പാടില്ല. നന്ദുവിന്റെ കൊലപാതകത്തിന് ശേഷം പ്രിയമുള്ളവരെ, രഞ്ജിത്ത് ശ്രീനിവാസൻ, ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 4 പെൺമക്കൾ. രഞ്ജിത്ത് ശ്രീനിവാസന് 2 പെൺമക്കളാണ്. എന്റെ കൂടെ സഹപ്രവർത്തകനായി ദീർഘകാലം പ്രവർത്തിച്ച ഒരു അഭിഭാഷകൻ, 2 പെൺമക്കളുടെ സാന്നിധ്യത്തിൽ, വൃദ്ധയായ അമ്മയുടെ സാന്നിധ്യത്തിൽ, അടുക്കളയിൽ നിന്ന് ചായയായി വരുന്ന സഹധർമ്മിണിയുടെ സാന്നിധ്യത്തിൽ അരുതേ എന്നവർ അലറി വിളിച്ചിട്ടും ആറെ ആഘാതമുള്ള ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ചു വീഴ്ത്തി ഒരു മൃതദേഹത്തോട് കാണിക്കാവുന്ന എല്ലാ പൈശാചികതയും കാണിച്ചുകൊണ്ട് ഭീകരവാദികൾ, പ്രിയമുള്ളവരെ, രഞ്ജിത്ത് ശ്രീനിവാസനെ വെട്ടി വീഴ്ത്തിയത് നാം കണ്ടു. പാലക്കാട് ശ്രീനിവാസനെ വെട്ടി വീഴ്ത്തിയത് നാം കണ്ടു. ആ നിരോധിത സംഘടനയെ നിലക്കു നിർത്താൻ സാധിക്കുന്നത്, പ്രിയമുള്ളവരെ, രാജ്നാഥ് സിംഗ് ജി അടക്കം നമ്മുടെ മോദിജി അടക്കമുള്ളവർ രാജ്യം ഭരിക്കുന്നത് കൊണ്ടാണ്. ഈ 2 സ്ഥാനാർത്ഥികൾ ഇവിടെ നിന്ന് മത്സരിക്കുകയാ, പ്രേമചന്ദ്രനും മുകേഷും. ഇവരാർക്കൊപ്പമാണ്? പ്രിയമുള്ളവരെ, പ്രേമചന്ദ്രനും മുകേഷും രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലയാളികൾക്ക് തണലൊരുക്കുന്നവരാണ് എന്ന് നാം തിരിച്ചറിയണം. അവർ ഇവിടെ നിന്ന് ജയിക്കാൻ പാടില്ല. പ്രേമചന്ദ്രനും മുകേഷും നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് സംരക്ഷണം നൽകുന്നവരാണ്. നമ്മളുടെ ആചാരങ്ങളെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ സഹായിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, 2024 തെരഞ്ഞെടുപ്പിന്റെ ഫലം ജൂൺ മാസം 4-ാം തീയതി പുറത്തു വരുമ്പോ ലോകത്താർക്കും സംശയമില്ല, ആരാധ്യനായ നരേന്ദ്രമോദിജി 3ാമതും അധികാരത്തിൽ വരുമ്പോ, പ്രിയമുള്ളവരെ, കൊല്ലത്തിന്റെ പ്രതിനിധിയായി ആദരണീയനായ, പ്രിയങ്കരനായ, ജനകീയനായ കൃഷ്ണകുമാർ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടണം. അതിനായി അക്ഷീണം പരിശ്രമിക്കാൻ, അഹോരാത്രം വരുന്ന ദിവസങ്ങളിൽ ഉറക്കമൊളിച്ചിരുന്ന് പണിയെടുക്കാൻ പരിശ്രമിക്കാൻ മുഴുവൻ സഹപ്രവർത്തകന്മാരും മുന്നോട്ട് വരണം. മുഴുവൻ ജനതയോടും അഭ്യർത്ഥിക്കുന്നു, കൃഷ്ണകുമാറിനെ താമരയടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. ഭാരത് മാതാ കീ. 2 കൈകളും ഉയർത്തിക്കും. ഭാരത് മാതാ കീ. ഭാരത് മാതാ കീ. ആമുഖ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി BJP ദേശീയ കൗൺസിൽ അംഗവും ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീ MS ശ്യാംകുമാർ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആരാധനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ ശ്രീ K. സോമൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്തുറ്റ സേനയുടെ ശക്തനായ പ്രതിരോധ മന്ത്രി ശ്രീമാൻ
രാജ്നാഥ് സിംഗ് ജി, ഇവിടെ സന്നിഹിതനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ, ഏറ്റവും പ്രിയങ്കരനായ ജനഹൃദയങ്ങൾ കീഴടക്കിയ നമ്മുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജി, മറ്റ് ഭാരവാഹികൾ, എല്ലാ സഹോദരീ സഹോദരന്മാർക്കും എൻ്റെ നമസ്കാരം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. ഞാൻ ദീർഘിപ്പിക്കത്തില്ല എന്ന് ഉറപ്പ് നൽകുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാം. ഇന്ന് കേരളമെമ്പാടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹം ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ നിലനിൽക്കുകയുള്ളൂ. ഇതാണ് CPM-ന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കാനുള്ളത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ത്രിപുരയിൽ നിന്ന് അപ്രത്യക്ഷമായി, ബംഗാളിൽ നിന്ന് അപ്രത്യക്ഷമായി, ഈ രണ്ട് സംസ്ഥാനങ്ങളിലും അറബിക്കടലിലോ ഇന്ത്യൻ മഹാസമുദ്രത്തിലോ ഒലിച്ചു പോയോ? ലോകത്തെ 56 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ 51 രാജ്യങ്ങളും ഇന്ന് കമ്മ്യൂണിസം ഉപേക്ഷിച്ചു. ആ രാജ്യങ്ങളൊക്കെ എവിടേക്ക് ഒലിച്ചു പോയോ? ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ ഈ നാട് സംരക്ഷിക്കപ്പെടും. ഇവിടുത്തെ സഹകരണ ബാങ്കുകളിൽ കോടാനുകോടി രൂപ താലിവിറ്റും പണയം വെച്ചും അവസാന നാളുകളിൽ കിട്ടിയ മക്കളെ കെട്ടിക്കാനും വീട് വെക്കാനും നിക്ഷേപിച്ച കോടാനുകോടി രൂപ ഈ നാട്ടിലെ സഹകരണ രംഗത്തുള്ളവർക്ക് തിരിച്ചു കിട്ടും. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ ഈ കേരളം ഭരിക്കുന്നത് CPM ആണ്, ആഭ്യന്തരമന്ത്രിയാണ്. എന്തിനവര് ബോംബുണ്ടാക്കി? ഈ സമാധാന അന്തരീക്ഷത്തെ കലുഷിതമാക്കാൻ ബോംബുണ്ടാക്കി ഈ രാജ്യം മുഴുവൻ കലാപകലുഷിതമാക്കുന്ന ഈ CPM ഈ നാട്ടിൽ നിന്ന് പോയാൽ കേരളത്തിൽ സമാധാനപരമായ അന്തരീക്ഷമുണ്ടാക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചു, ഈ 10 കൊല്ലക്കാലത്തെ അഴിമതിയിൽ നിന്ന് ഈ രാജ്യം മുക്തമായി. ആ മുക്തമായ ഭാരതത്തിലാണെന്ന് നരേന്ദ്രമോദിയുടെ സർക്കാർ ഭരണം നടത്തുന്നത്. ഇന്നിവിടെ വന്നിട്ടുള്ള ബഹുമാന്യനായ നമ്മുടെ രാജ്യസംഘത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് സൂചിപ്പിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ കേരളീയനായ ഒരു പഴയ ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു 10 കൊല്ലക്കാലം. സൈന്യത്തിനാവശ്യമായ ആയുധങ്ങൾ സംഭരിക്കുന്നതിനോ തിരകൾ വാങ്ങുന്നതിനോ ഒന്നും സാധിക്കാതെ സൈന്യത്തിൻ്റെ മുഴുവൻ ശക്തിയും ക്ഷയിപ്പിച്ച ഒരു കാലഘട്ടമായിരുന്നു UPA സർക്കാരിൻ്റെ. ഇന്ന് സൈന്യത്തിൽ മുഴുവൻ വലിയ വലിയ ആയുധങ്ങളുടെ ആധുനികവൽക്കരണം നടക്കുന്നു, മോഡേണൈസേഷൻ നടക്കുന്നു. അഗ്നിവീർ അടക്കമുള്ള ചെറുപ്പക്കാരെ കൊണ്ട് രാജ്യത്തെ ചുറുചുറുക്കുള്ള സൈന്യമാക്കി മാറ്റുന്നു. എന്തിനേറെ പറയുന്നു, ഈ അഗ്നി മിസൈൽ 2 അടക്കം ഏത് ശത്രുവിനെയും നേരിടാൻ ഇന്ന് നമ്മുടെ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിയുടെ കീഴിൽ സർവ്വസുശക്തമാണ്. നമ്മൾ കണ്ടതല്ലേ, ഇന്ന് ഭാരതത്തിന്റെ സുരക്ഷ മാത്രമല്ല, ലോകത്തിന്റെ സുരക്ഷ പോലും ഭാരതത്തിന്റെ കയ്യിലാണ്. സോമാലിയൻ കടലില് വിദേശ കപ്പലുകൾ ആക്രമിക്കുമ്പോൾ അവരെ രക്ഷപ്പെടുത്തുന്ന ബാധ്യത പോലും അദ്ദേഹത്തിന്റെ കീഴിലുള്ള സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഭാരതത്തിന്റെ സുരക്ഷ, ലോക സുരക്ഷ, സൈന്യത്തിന്റെ ആധുനികവൽക്കരണം, മോഡേണൈസേഷൻ എന്ന് തുടങ്ങിയ സമസ്ത മേഖലകളിലും സർവശക്തമായ ഏറ്റവും കരുത്തുള്ള സൈന്യത്തെ നയിക്കുകയാണ് രാജ്നാഥ് സിംഗ്. സൈന്യരോട് ഇത്രയും സ്നേഹമുള്ള ഒരു വ്യക്തിയുണ്ടോ? അദ്ദേഹത്തിന്റെ ദീപാവലി മുഴുവൻ ആഘോഷിക്കുന്നത് സൈനിക മേഖലകളിലാണ്. ഏറെക്കാലമായി ആവശ്യപ്പെട്ട 1 റാങ്ക് 1 പെൻഷൻ എല്ലാം അദ്ദേഹം നടപ്പിലാക്കി കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ മത്സരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ കൃഷ്ണകുമാർജിയുടെ വിജയം സുനിശ്ചിതമാകാൻ ഉപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം. അടുത്തൊരു പരിപാടിയിലേക്ക് ഇവിടെ മുൻനിരയ്ക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ സമയം ചുരുക്കുന്നതിൻ്റെ ഭാഗമായി അടുത്തതായി നമ്മുടെ NDAക്ക് വേണ്ടി കൊല്ലം പാർലമെൻറ്റ് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ പ്രതിരോധ വകുപ്പ് മന്ത്രിയെ നമ്മുടെ ജില്ലാ അധ്യക്ഷൻ BB ഗോകുമാർജിയും ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ MS ശ്യാംകുമാർജിയും മറ്റ് ഘടകകക്ഷി നേതാക്കളും ചേർന്ന് ആദരപൂർവ്വം ഹാരമണിയിച്ചു സ്വീകരിക്കുന്നു. അടുത്തതായി
കൊല്ലത്തിന്റെ മണ്ണിൽ സ്പർശനം കൊണ്ട് പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് ദേശികനാടിന്റെ സൂര്യ തേജസ്സായി മാറിയ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ കൊല്ലം മണ്ഡലത്തിന്റെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജിയെ കാൻഡിഡേറ്റ് പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. It's okay. Respected Defense Minister Sri Rajnath Singh Ji, വേദിയിലിരിക്കുന്ന BJPയുടെ സമുന്നത നേതാക്കളെ, മുന്നിലിരിക്കുന്ന അതും കൊടും വേനൽ ചൂടിലും ഒപ്പം മഴയും ഇതെല്ലാം സഹിച്ചു നിൽക്കുന്ന പ്രവർത്തകരെ, സഹോദരങ്ങളെ, മുൻ പ്രവർത്തകർ, അവരെയൊക്കെ നമ്മൾ ഓർക്കുക, ബലിദാനികൾ. ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും ഒരു വിനീതമായ നമസ്കാരം. കൊല്ലം ഒരു മനോഹരമായ ജില്ലയാണ്. പക്ഷേ കാലങ്ങളായി നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ശീലത്തിൽപ്പെട്ട കുറച്ച് പേർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശീലത്തിനൊരു കുഴപ്പമുണ്ട്. അതായത് പുക വലിക്കുന്നത് പോലെയാണ്. സിഗരറ്റ് വലിക്കുമ്പോൾ നമുക്കറിയാം ക്യാൻസർ വരുമെന്ന്, മദ്യപിച്ചാൽ നമുക്കറിയാം ലിവറിന് തകരാറ് വരും. പക്ഷെ നമ്മളിത് രണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് ഇവിടെ 2-3 സ്ഥാനാർത്ഥികൾക്ക് നിരന്തരം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശീലമുണ്ട്. ഇന്നിപ്പോൾ കൊല്ലം ക്യാൻസറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. വികസനമില്ലാതെ ശ്വാസം മുട്ടി നിൽക്കുകയാണ്. ലിവറും ആരോഗ്യവും എല്ലാം തകരാറി നിൽക്കുകയാണ്. ഇന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി നമ്മുടെ ശീലം മാറ്റേണ്ടിയിരിക്കുന്നു. നരേന്ദ്രമോദിജിയെ കൊണ്ടുവരണമെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ശീലം മാറാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്, നിങ്ങൾ ഓർത്തോളൂ. ഈ വികസനമില്ലായ്മെന്ന് പറയുമ്പോൾ ഒറ്റ മേഖലയെപ്പറ്റി മാത്രം പറയാം. കടലോരം ഉണ്ടെങ്കിലും കശുവണ്ടി മേഖല 10-25ഓളം വർഷം അല്ലെങ്കിൽ 27ഓളം വർഷം ശ്രീ പ്രേമചന്ദ്രൻ, അതായത് സഖാവ് പ്രേമചന്ദ്രൻ, അന്ന് സഖാവായിരുന്നു, ഇന്ന് മാറ്റി നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. ഇദ്ദേഹം ഇവിടെ ഭരിച്ചു, MP ആയി, ലോക്സഭയിലും രാജ്യസഭയിലും സംസ്ഥാനത്ത് മന്ത്രിയായിട്ടും. ഈ 25-26 കൊല്ലത്തിനകത്ത് ഇവിടെ സംഭവിച്ചത് എന്താണ്? 2.5 ലക്ഷം തൊഴിലാളികൾ കശുവണ്ടി മേഖലയിൽ ജോലിയില്ലാതായി. 700ഓളം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, ഇന്നത് 70ആയി ചുരുങ്ങി. ഈ പ്രതിസന്ധിക്ക് കാരണം ഈ ഒരൊറ്റ MP ആണ്. ഈ MPയും ഇവിടെ ഭരിച്ച MLA-മാരുമാണ് ഈ പ്രശ്നത്തിന്റെ 1-ാം നമ്പർ പ്രതികൾ. ഇവർക്ക് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ശിക്ഷയാണ്. പക്ഷേ നമ്മൾ നോക്കുന്നത് ഇവിടെ എങ്ങനെ വികസനം കൊണ്ടുവരാം. കഴിഞ്ഞ ദിവസം ശ്രീ നരേന്ദ്രമോദിജി കാട്ടാക്കടയിൽ വന്നപ്പോൾ ഞാനതിനു മുൻപ് ഇവിടെ സഞ്ചരിച്ച് ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. ഈ കടലോര മേഖലയിലെയും കശുവണ്ടി മേഖലയിലെയും സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം തേടി അവർക്കായിട്ട് ഒരു സെൻട്രൽ കാഷ്യൂ ബോർഡ് കൊണ്ടുവരണം എന്നൊരു നിർദ്ദേശം നിവേദനമായി ഞാൻ നരേന്ദ്രമോദിയുടെ കയ്യിൽ കൊടുത്തു. പറയുന്നതേ ചെയ്യൂ, ചെയ്യാവുന്നതേ പറയൂ, അതാണ് പ്രധാനമന്ത്രി. അതുകൊണ്ട് ഒരു കാര്യം, ഇലക്ഷൻ സമയത്ത് നമുക്ക് വാഗ്ദാനങ്ങളില്ല, പക്ഷേ ഇത് നടക്കാൻ പോകുന്ന കാര്യമാണ്. ജൂൺ 6 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിസൾട്ടും വന്ന് മന്ത്രിസഭ വന്നാൽ എത്രയും പെട്ടെന്ന്, ദിവസങ്ങൾ പറയില്ല, ശാശ്വത പരിഹാരമാണ് നമ്മൾ നേടിക്കൊടുക്കാൻ പോകുന്നത്. തട്ടിക്കൂട്ട് പരിപാടിയില്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ വിചാരിക്കും ഇവരൊക്കെ തമ്മിൽ ഭയങ്കര ശത്രുതയാണെന്ന്. കാരണം ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു അവിയൽ മുന്നണിയിലെ 2 സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത്, ശ്രീ മുകേഷും ശ്രീ പ്രേമചന്ദ്രനും. ഇവരെല്ലാം ഒന്ന് തന്നെയാണ്, സഖാക്കന്മാർ തന്നെയാണ്. നമ്മൾ വിചാരിക്കും ഒരു പരനാറി പ്രയോഗത്തോടു കൂടി ഇവരെല്ലാം ശത്രുക്കളായി മാറിയെന്ന്. അങ്ങനെ മാറിയിട്ടില്ല സഹോദരങ്ങളെ. കാരണം ഇവർക്ക് നോക്കുമ്പോൾ കേരളത്തിനകത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം. ഇതേ RSP എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ ചെന്ന് കഴിഞ്ഞാൽ പിണറായി വിജയന്റെ പാർട്ടിയുടെ കൂടെ ഒരുമിച്ചിരുന്ന ചായ കുടിക്കുന്നവരും മാത്രമാണ്. ഈ പരനാറി പ്രയോഗം കഴിഞ്ഞപ്പോൾ ഇവിടെ ജനങ്ങൾ വിചാരിച്ചു അതിശക്തമായ പ്രശ്നമാണ് ഇവർ തമ്മിൽ നിന്നൊക്കെ. അങ്ങനെ RSPക്കാര്, കോൺഗ്രസ്സുകാര് ഇവർ തെരുവിൽ കിടന്ന് DYFI-യുമായിട്ട് അടിയുണ്ടാക്കി പോലീസ് കേസായി. നിങ്ങൾ ഓർക്കണം, ഈ പരനാറി പ്രയോഗം കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു ഇനി ഒരിക്കലും ഇവർ തമ്മിൽ കാണില്ല. പക്ഷേ ഇവർക്ക് തെറ്റുപറ്റി. ഈ പ്രേമചന്ദ്രൻ സഖാവിന്റെ വീട്ടിലൊരു മംഗളകർമ്മം വന്നപ്പോൾ അദ്ദേഹം കുടുംബത്തോടെ ക്ലിഫ് ഹൗസിൽ പോയി ശ്രീ പിണറായി വിജയൻ സഖാവിനെ ക്ഷണിച്ചു.
അദ്ദേഹം ഇവിടെ വരികയും അദ്ദേഹം ആ മംഗളകർമ്മത്തിലെ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആർക്കാണ് പരിക്ക് പറ്റിയെന്നറിയാമോ? ഈ ചങ്കാണ് പ്രേമചന്ദ്രൻ എന്ന് വിചാരിച്ചു നടന്ന കോൺഗ്രസിന്റെ RSP കാരനെ കരണത്ത് കൊടുത്ത ഏറ്റവും വലിയ അടിയായിരുന്നു പ്രേമചന്ദ്രന്റെ വക. അതുകൊണ്ട് കോൺഗ്രസ് സഹോദരങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ആത്മാഭിമാനമുള്ള ആൾക്കാരല്ലേ നിങ്ങൾ? നിങ്ങളുടെ ബലത്തിലല്ലേ RSP ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്? ആത്മാഭിമാനമുള്ള കോൺഗ്രസ് സഹോദരങ്ങളെ, കഴിഞ്ഞ 25 വർഷമായി നിങ്ങൾക്ക് ഈ കേരളത്തിലെ കൊല്ലത്ത് നിങ്ങൾക്ക് എന്ത് സ്ഥാനമാണുള്ളത്? ഇനി നിങ്ങളുടെ ഭാവി എന്താണ്? നിങ്ങൾക്ക് ഭാവി വേണമെന്നുണ്ടെങ്കിൽ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരെ ഇത്തവണ കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യൂ, നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യൂ. RSPയിലെ സഹോദരങ്ങൾക്ക് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അതായത് നിങ്ങൾ വിശ്വസിച്ച് നിൽക്കുന്ന ശ്രീ പ്രേമചന്ദ്രന്റെ പാർട്ടി RSP എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മാത്രമാണ്, ഒരു കുടുംബ പാർട്ടി മാത്രമാണ്. നിങ്ങളിൽ ഒരാൾക്കും ഇനി ഒരു സ്ഥാനവും ഈ പാർട്ടിയിൽ കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ ഭാവി, സാധാരണ പ്രവർത്തകരുടെ ഭാവി ഇരുട്ടിലാണ്. നിങ്ങൾക്കും ആത്മാഭിമാനം അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളും മനസ്സിലാക്കുക, ഭാരതം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതത്തിൽ വികസന സ്വപ്നങ്ങളുമായി ശ്രീ നരേന്ദ്രമോദി സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വികസന സ്വപ്നങ്ങൾ അതുപോലെ കൊല്ലത്തും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എളുപ്പം, സിമ്പിളാണ്. 400 സീറ്റ് നേടി BJP ഭരിക്കാൻ പോകുന്നു. അപ്പോൾ ഭരണപക്ഷത്താണ് നമുക്ക് MP ഉണ്ടാക്കേണ്ടത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ വിരൽത്തുമ്പിലെ അധികാരം വിരൽത്തുമ്പിലാണ്. ഇതുവരെ പാഴാക്കിയ വോട്ടുകൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും RSPക്കാരും തെറ്റിക്കാതെ ഇത്തവണ താമര അടയാളത്തിൽ വോട്ട് ചെയ്യണമെന്ന് വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മന്ത്രിക്ക് അടുത്ത വേദിയിലേക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കാതെ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ അശ്രാന്തമായ പരിശ്രമം മൂലമാണ് നമുക്ക് ഇന്നിവിടെ വിജയത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അധികം നീട്ടാതെ ഇന്നു മുതൽ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ സൗഹൃദ വലയത്തിലുള്ള RSP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് സൗഹൃദങ്ങൾക്ക് പറയൂ, നിങ്ങളുടെ വോട്ട് പാഴാവരുത്. നമുക്ക് വരുന്ന തീയതിയിൽ നമുക്ക് താമരയിൽ വോട്ട് ചെയ്ത് കൃഷ്ണകുമാറിനെ വിജയിപ്പിച്ചാൽ കൊല്ലത്ത് നിന്ന് MPയെയും മന്ത്രിയും സൃഷ്ടിക്കാമെന്ന വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഭാരത് മാതാ കീ. 2 കൈ ഉയർത്തി പറയാം, ഭാരത് മാതാ കീ, ഭാരത് മാതാ കീ. നന്ദി, നമസ്തേ. Inviting Honorable Minister for Defence, Sri Rajnath Singh ji, to formally inaugurate in this public meeting. भारत माता की. डिस्ट्रिक्ट प्रेसिडेंट मिस्टर यस प्रशांत, डिस्ट्रिक्ट प्रेसिडेंट श्री मिस्टर गोपा कुमार, NDA कन्वीनर मिस्टर श्याम कुमार, मिस्टर K सोमन, मिस्टर AG श्री कुमार, and the Yuva Morcha Secretary Shri Shyam Raj, and the candidate from the Kollam, very dynamic candidate from the Kollam, Mr. G. Krishna Kumar. സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. Brothers and sisters, Malayalam is very beautiful language, undoubtedly. But unfortunately, I can't deliver my speech in Malayalam. Hence, I will deliver my speech in Hindi, and that will be translated by Mr. Shyam Raj. പ്രിയപ്പെട്ടവരെ, മലയാളം ഒരു മനോഹരമായ ഭാഷയാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഹിന്ദിയിൽ സംസാരിക്കാൻ പോവുകയാണ്. मैं कल से केरला में हूं और कल मैंने 3 पब्लिक मीटिंग्स को एड्रेस किया था और आज 2 पब्लिक मीटिंग्स को एड्रेस करने के बाद यह 3rd हमारी पब्लिक मीटिंग है जिसको एड्रेस करने के लिए आप सब लोगों के सामने मैं मौजूद हूं. सारी पब्लिक मीटिंग्स में पब्लिक का इंथुजियाज्म देखने के बाद मैं इस नतीजे पर पहुंचा हूं कि इस बार डबल डिजिट नंबर में हमारे मेंबर ऑफ पार्लियामेंट केरला से जीत कर पार्लियामेंट में पहुंचेंगे. मैं पूरी तरह से कॉन्फिडेंट हूं. പ്രിയപ്പെട്ടവരെ, ഇന്നലെ മുതൽ ഞാൻ കേരളത്തിലെ യാത്രയിലാണ്. ഇന്നലെ 3 പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയുണ്ടായി. ഇന്ന് 2 പരിപാടികൾ കഴിഞ്ഞ് ഇത് 3ാമത്തെ പൊതുപരിപാടിയാണ്. എല്ലാ പരിപാടികളിലും പ്രവർത്തകരുടെ ആഘോഷവും ആത്മവിശ്വാസവും കാണുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത്തവണ 2 അക്കത്തിലുള്ള MPമാരെ നാം പാർലമെന്റിലേക്ക് അയക്കുക തന്നെ ചെയ്യും കേരളത്തിൽ നിന്ന്. Brothers and sisters, पहली बार आपके कैंडिडेट मिस्टर G. कृष्ण कुमार को बोलते हुए मैंने सुना है.
और हमारा बहुत ही लंबा पॉलिटिकल लाइफ है, बहुतों को मैंने सुना है, लेकिन मिस्टर जी कृष्ण कुमार के बारे में मैं कह सकता हूं कि ही वॉज स्पीकिंग जस्ट लाइक ए वेरी सीजन्ड पॉलिटिशियन। और मैं पूरी तरह से कॉन्फिडेंट हूं कि ये पार्लियामेंट में जाने के बाद आपकी प्रॉब्लम्स को, केरल की प्रॉब्लम्स को वॉइस देने का काम यदि कोई करेगा तो आपके कैंडिडेट कृष्ण कुमार करेंगे। പ്രിയപ്പെട്ടവരെ, നമുക്ക് ദീർഘകാലമായി പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ഞാൻ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ജി കൃഷ്ണകുമാറിന്റെ സംസാരം കേട്ട ശേഷം, അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ ഇവിടുത്തെ ആളുകളുടെ വിഷയങ്ങൾ പൂർണ്ണമായിട്ട് പാർലമെന്റിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ശ്രീ ജി കൃഷ്ണകുമാറിന് സാധിക്കുക തന്നെ ചെയ്യും. ब्रदर्स एंड सिस्टर्स, पिछले 10 इयर्स में सेंट्रल गवर्नमेंट ने कभी भी स्टेट गवर्नमेंट के साथ किसी प्रकार का डिस्क्रिमिनेशन नहीं किया है, बिकॉज वी बिलीव इन कोऑपरेटिव फेडरलिज्म। मगर केरला का डेवलपमेंट जितनी तेजी के साथ होना चाहिए, सेंट्रल गवर्नमेंट के सपोर्ट के बावजूद यहां की स्टेट गवर्नमेंट केरला का डेवलपमेंट उतनी तेजी के साथ नहीं कर पाई है। പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 വർഷമായി കേന്ദ്രത്തിൽ ശ്രീ നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള തിരിച്ചു വ്യത്യാസങ്ങൾ കേരള സർക്കാരിനോട് കാണിച്ചിട്ടുമില്ല. നമ്മൾ ഫെഡറലിസത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്നിട്ടും കഴിഞ്ഞ 10 വർഷമായി കേരളത്തിന്റെ വികസനം കീഴോട്ട് തന്നെയാണ് പോയിട്ടുള്ളതും. और मैं आपको बतलाना चाहता हूं, इस बार हमारे प्राइम मिनिस्टर का यह फर्म कन्विक्शन है, केरला से अच्छी संख्या में यहां मेंबर ऑफ पार्लियामेंट जीतकर हमारे पार्लियामेंट में पहुंचेंगे और हम विशेष रूप से केयर करेंगे केरला की, ताकि हमारा यह केरला स्टेट इंडिया का यह ग्रोथ इंजन के रूप में इमर्ज कर सके। പ്രിയപ്പെട്ടവരെ, ഇത്തവണ പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേക ദീർഘവീക്ഷണമുണ്ട്. ഇത്തവണ കൂടുതൽ ആളുകളെ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് അയക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിൽ കേരളത്തിൽ നിന്നുള്ള ആളുകൾ വലിയ പങ്ക് വഹിക്കുന്നതായിരിക്കും. Brothers and sisters, under the leadership of the Prime Minister Mr. Modi, भारत स्टेशन इंटरनेशनल कम्युनिटी में तेजी के साथ बढ़ रहा है। पहले इंटरनेशनल फोरम पर भारत कुछ बोलता था तो भारत की बातों को जितनी सीरियसली लिया जाना चाहिए नहीं लिया जाता था, लेकिन आज भारत यदि इंटरनेशनल फोरम पर कुछ भी बोलता है, सारी दुनिया कान खोलकर सुनती है कि भारत बोल क्या रहा है। यह भारत का स्टेशन इंटरनेशनल कम्युनिटी में बना है। പ്രിയമുള്ളവരെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിന് വലിയ മാനങ്ങൾ കൈവന്നിരിക്കുകയാണ്. പണ്ടുകാലങ്ങളിൽ അന്താരാഷ്ട്ര തലങ്ങളിൽ ഭാരതം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ശ്രദ്ധിക്കുക പോലും ഉണ്ടായിരുന്നില്ല, കേൾക്കുക പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഭാരതം എന്തു പറഞ്ഞാലും ചെവി കൂർപ്പിച്ച ആളുകൾ കേൾക്കുന്ന തലത്തിലേക്ക് അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ സംവിധാനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി മാറ്റിയിരിക്കുകയാണ്. आपने देखा कि रशिया और यूक्रेन के बीच पिछले 2 वर्ष से लगातार वार चल रहा है। जब वार यह प्रारंभ हुआ था, उस समय हमारे भारत के बहुत सारे बच्चे या तो इंजीनियरिंग का कोर्स कर रहे थे, या तो एमबीबीएस का कोर्स कर रहे थे, या तो मैनेजमेंट का कोर्स कर रहे थे। दोनों तरफ से मिसाइलें चल रही थी। उनके फादर मदर जो इंडिया में रहते थे वह काफी एंग्सस थे कि क्या होगा, हमारे बच्चों का जो यूक्रेन में पढ़ रहे हैं। उनका एक डेलीगेशन हमारे प्राइम मिनिस्टर मोदी जी से मिला और कहा, मोदी जी चाहे जैसे भी हो हमारे बच्चों को आप यूक्रेन से बाहर निकालिए। बहनों भाइयों, हमारे प्राइम मिनिस्टर ने तुरंत रशिया के प्रेसिडेंट मिस्टर पुतिन से बात की और यूक्रेन के प्रेसिडेंट मिस्टर जेलेंस्की से बात की, और आपको जानकर खुशी होगी 4.5 आवर के लिए वार रुक गया और मोर देन 20,000 इंडियन स्टूडेंट्स यूक्रेन से भारत आ गए। यह है भारत की ताकत। പ്രിയപ്പെട്ടവരെ, റഷ്യ ഉക്രൈൻ യുദ്ധം 2 വർഷമായി നടക്കുകയാണ്. യുദ്ധം തുടങ്ങിയ സമയത്ത് നമുക്കറിയാം, ധാരാളം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന, MBBS പഠിക്കുന്ന, മാനേജ്മെന്റ് പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇരു രാജ്യങ്ങളിലുമായി ഉണ്ടായിരുന്നു. യുദ്ധം തുടങ്ങിയ സമയത്ത് അവരുടെ മാതാപിതാക്കൾ ഉത്കണ്ഠപ്പെട്ടു. അവരുടെ ഒരു സംഘം മോദിജിയെ വന്ന് കാണുകയുണ്ടായി. അവർ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മക്കളെ യുദ്ധ ഇടങ്ങളിൽ നിന്ന് തിരിച്ച് നിങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ മോദിജി പറഞ്ഞു, തീർച്ചയായിട്ടും കൊണ്ടുവരിക തന്നെ ചെയ്യും. മോദിജി റഷ്യൻ പ്രസിഡന്റ് ശ്രീ പുടിനോട് സംസാരിച്ചു, ഉക്രൈൻ പ്രസിഡന്റ് ശ്രീ സെലൻസ്കിയോട് സംസാരിച്ചു. 4.5 മണിക്കൂറാണ് യുദ്ധം നിർത്തിവെച്ചതും അതിലൂടെ 20,000-ലധികം വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നതും. 2014 में जब हमारी गवर्नमेंट मोदी जी की लीडरशिप में बनी थी,
उस समय भारत इकोनॉमी की साइज के मामले में दुनिया के देशों में 11th पोजीशन पर था, लेकिन विद इन 7 to 8 ईयर्स यह भारत जंप लेकर इकोनॉमी की साइज के मामले में दुनिया के टॉप 5 कंट्रीज में आकर खड़ा हो गया। आज दुनिया की सारी फाइनेंशियल फर्म्स, इकोनॉमिस्ट यह दावा कर रहे हैं कि वर्ल्ड की फास्टेस्ट ग्रोइंग इकोनॉमी यदि किसी कंट्री की है तो भारत की है, और भारत यदि ऐसे ही आगे बढ़ता रहा तो 2027 आते आते भारत दुनिया की टॉप 3 कंट्रीज में खड़ा हो जाएगा। 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ സാമ്പത്തിക രംഗത്ത് 11ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ 7-8 വർഷത്തിനകത്ത് നമ്മൾ വൻ കുതിച്ചുചാട്ടമാണ് നടത്തിയത്. 2023 ആയപ്പോൾ നാം 5ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുകയാണ്. ഇന്ന് ലോകത്തെ സാമ്പത്തിക വിദഗ്ധർ മുഴുവനും, ഇന്ന് ലോകത്തെ സാമ്പത്തിക പഠിക്കുന്ന ആളുകൾ മുഴുവൻ പറയുന്നു ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തി ഭാരതമാണ്. മാത്രമല്ല 2027 ആകുമ്പോൾ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഭാരതം വളരുകയും ചെയ്യും. कांग्रेस लेड गवर्नमेंट और बीजेपी लेड एनडीए गवर्नमेंट दोनों में बेसिक डिफरेंस क्या है? कांग्रेस लेड गवर्नमेंट में ब्रदर्स एंड सिस्टर्स नेशनल हाईवे पर डे 8 to 10 किलोमीटर बनती थी, लेकिन जब से बीजेपी लेडी एनडीए आई, प्राइम मिनिस्टर मोदी बने, तब से यहां पर रोड्स का कंस्ट्रक्शन पर डे 38 to 40 किलोमीटर होता है। यह अंतर है बीजेपी गवर्नमेंट और कांग्रेस की गवर्नमेंट में। പ്രിയപ്പെട്ടവരെ, ബിജെപി നയിക്കുന്ന എൻഡിഎ സർക്കാരും കോൺഗ്രസ് നയിക്കുന്ന സഖ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പണ്ട് ദേശീയപാതയുടെ വികസനം ഒരു ദിവസത്തിൽ 8 തൊട്ട് 10 കിലോമീറ്ററുകളുള്ള ആയിരുന്നെങ്കിൽ ഇന്ന് മോദിജിയുടെ നേതൃത്വത്തിൽ അത് പ്രതിദിനം 38 മുതൽ 40 കിലോമീറ്റർ വരെയാണ്. ഇത് തന്നെയാണ് എൻഡിഎയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള വ്യത്യാസവും. डिजिटल इंफ्रास्ट्रक्चर पर भी तेजी के साथ काम हो रहा है, और मैं आपको बताना चाहता हूं 5G रोल आउट हो चुका है, 6G की हम लोगों ने तैयारी कर दी है, और डिजिटाइजेशन के मामले में तो भारत ने वह करिश्मा किया है। आज पूरे वर्ल्ड में जितना डिजिटल ट्रांजैक्शन होता है उसका 46% ट्रांजैक्शन होता है तो केवल और केवल भारत में होता है। यह है भारत की ताकत। അടിസ്ഥാന വികസന രംഗത്തും വലിയ കുതിച്ചുചാട്ടമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5G ഏകദേശം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. 6G കടന്നു വരികയാണ്. ലോകത്തിലെ ഡിജിറ്റൽ കൈമാറ്റങ്ങളുടെ 46% നടക്കുന്നത് ഭാരതത്തിൽ തന്നെയാണ്. और एक साल में 20 लाख करोड़ का ट्रांजैक्शन यूपीआई से हुआ है, डिजिटल ट्रांजैक्शन हुआ है। वर्ल्ड के किसी की कंट्री में नहीं हुआ है मेरे बहनों भाइयों। ഒരു വർഷം 20 ലക്ഷം കോടി UPI ഉപയോഗിച്ചിട്ടുള്ള പണം ക്രയവിക്രയങ്ങളാണ് നടക്കുന്നത്. ലോകത്തിലെ മറ്റൊരു രാജ്യത്തിലും ഇത്തരത്തിലുള്ള ഒരു നേട്ടം കൈവരിക്കാൻ വേണ്ടിയിട്ടായിട്ടുമില്ല. कांग्रेस लेड गवर्नमेंट को भी काम करते हुए आपने देखा है, बीजेपी लेड एनडीए गवर्नमेंट को भी मोदी की लीडरशिप में काम करते हुए आपने देखा है। जब जब कांग्रेस की गवर्नमेंट बनी है उन लोगों के ऊपर करप्शन के चार्जेस लगे हैं, लेकिन 10 वर्षों से मोदी लेड गवर्नमेंट हमारी, बहनों भाइयों, भारत ही नहीं दुनिया का कोई व्यक्ति उंगली उठाकर नहीं कह सकता कि हमारी गवर्नमेंट पर एक भी करप्शन का चार्ज लगा हो। यह डिफरेंस है कांग्रेस गवर्नमेंट में और बीजेपी लेड गवर्नमेंट। പ്രിയപ്പെട്ടവരെ, ബിജെപി നയിക്കുന്ന എൻഡിഎ സർക്കാരിനെ നമ്മൾ കണ്ടു, കോൺഗ്രസ് നയിക്കുന്ന സഖ്യത്തെയും നാം കണ്ടു. അവരുടെ ഭരണകാലത്ത് നിരവധിയായിട്ടുള്ള അഴിമതി കേസുകൾ അവർക്ക് നേരെ ചാർജ് ചെയ്യുകയുണ്ടായി. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് നമ്മുടെ രാജ്യത്തെ മാത്രമല്ല ലോകത്തിലെ പോലും ഒരാൾക്ക് പറയുവാൻ വേണ്ടി സാധിക്കുകയില്ല മോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എന്തെങ്കിലും രീതിയിലുള്ള അഴിമതി കാണിച്ചുവെന്ന്. राजीव गांधी जब भारत के प्राइम मिनिस्टर थे तो करप्शन को लेकर अपनी कंसर्न एक्सप्रेस करते हुए उन्होंने कहा था कि मैं क्या करूं, मैं प्राइम मिनिस्टर हूं लेकिन कुछ कर नहीं सकता हूं, क्योंकि 100 पैसा दिल्ली से चलता है तो लोगों के पॉकेट में बामुश्किल 14 पैसा पहुंच पाता है, 86 पैसा यह करप्शन को भेंट हो जाता है। यह कंसर्न एक्सप्रेस की थी राजीव गांधी जब प्राइम मिनिस्टर थे। उस चैलेंज को, करप्शन के चैलेंज को इंडिपेंडेंट इंडिया में पहली बार किसी प्राइम मिनिस्टर ने एक्सेप्ट किया है तो प्राइम मिनिस्टर का नाम है नरेंद्र मोदी। उन्होंने जनधन, आधार और मोबाइल की ऐसी ट्रिनिटी बना दी
कि आज दिल्ली के बैंक से 100 पैसा चलता है तो 100 का 100 पैसा आपके पॉकेट में पहुंचता है मेरे बहनों भाइयों। इसीलिए मैं कहता हूं, करप्शन भाषण देकर समाप्त नहीं किया जा सकता। करप्शन को यदि समाप्त करना है तो सिस्टम में चेंजेज लाने पड़ेंगे। പ്രിയപ്പെട്ടവരെ, മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വളരെ ബുദ്ധിമുട്ടോടെ പറയുകയുണ്ടായി, ഞാൻ പ്രധാനമന്ത്രിയാണ്, പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എപ്പോഴൊക്കെ ദില്ലിയിൽ നിന്ന് 100 പൈസ മറ്റിടങ്ങളിലേക്ക് കൊടുത്തു വിടുകയാണെങ്കിൽ അതിൽ 14 പൈസ മാത്രമാണ് അടിത്തട്ടിലേക്ക് എത്തുന്നത്. ബാക്കി 86 പൈസയും അഴിമതിക്കാരുടെ പോക്കറ്റുകളിലേക്ക് എത്തുകയാണ്. സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആ വെല്ലുവിളി ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രിയുടെ പേര് ശ്രീ നരേന്ദ്രമോദിജി എന്നാണ്. ജൻധൻ അക്കൗണ്ടിലൂടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് അങ്ങ് ദില്ലിയിൽ നിന്ന് 100 പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ ആ 100 പൈസയും ഇങ്ങിവിടെ നമ്മുടെ കീശകളിൽ എത്തുന്ന രീതിയിലൊക്കെ അദ്ദേഹം മാറ്റി. അഴിമതി എന്ന് പറയുന്നത് പ്രസംഗത്തിലൂടെയല്ല, പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾ മാറ്റുന്നതിലൂടെയാണ് അഴിമതിയെ നമുക്ക് തുടച്ചു നീക്കാൻ വേണ്ടി സാധിക്കുക. पंडित जवाहरलाल नेहरू भारत के प्राइम मिनिस्टर थे। उन्होंने कहा कि गरीबी हटाओ, गरीबी नहीं हटी। इंदिरा गांधी भारत की प्राइम मिनिस्टर थी, उन्होंने कहा गरीबी हटाओ, गरीबी नहीं हटी। राजीव गांधी जी ने कहा गरीबी हटाओ, गरीबी नहीं हटी। लेकिन आपको जानकर खुशी होगी, आपको जानकर आपके अंदर एक सेंस ऑफ प्राइड पैदा होगा कि आपके प्राइम मिनिस्टर ने विद इन 10 ईयर वह करिश्मा कर दिया कि भारत के अंदर 25 करोड़ लोग पॉवर्टी लाइन से बाहर हो गए। मेरे बहनों भाई, പ്രിയപ്പെട്ടവരെ, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ദാരിദ്ര്യത്തെ തുടച്ചു നീക്കൂ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു. ആ സമയത്ത് ഇന്ദിരാഗാന്ധി പറഞ്ഞു ദാരിദ്ര്യത്തെ തുടച്ചു നീക്കൂ. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു ദാരിദ്ര്യത്തെ തുടച്ചു മാറ്റൂ. പക്ഷെ ഇവർക്ക് ആർക്കും അതിനെ കൊണ്ട് സാധിച്ചില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവും. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 25 കോടിയിലധികം വരുന്ന ആളുകളെയാണ് ദാരിദ്ര്യത്തിൽ നിന്ന് ഭാരത സർക്കാർ മുക്തരാക്കിയിട്ടുള്ളത്. ये कांग्रेस के लोग, सीपीएम के लोग हम लोगों पर बराबर यह आरोप लगाते हैं कि हम लोग रिलीजन के बेसिस पर डिस्क्रिमिनेशन करने वाले हैं। मैं आपको बताना चाहता हूं, अरब की 5 कंट्री, अरब की मुस्लिम कंट्रीज ने उनके यहां का जो सबसे बड़ा अवार्ड होता है उस अवार्ड से सम्मानित करने का काम किसी प्राइम मिनिस्टर को किया है तो इंडिया के प्राइम मिनिस्टर मिस्टर मोदी को किया है। കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എപ്പോഴും നമുക്കെതിരെ ആരോപിക്കാറുണ്ട് നാം ഒരു മതത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്ന്. പക്ഷേ അറബ് രാജ്യങ്ങളായിട്ടുള്ള 5 മുസ്ലിം രാജ്യങ്ങൾ അവരുടെ പരമോന്നത ബഹുമതികൾ ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഭരണാധികാരിയുടെ പേര് നരേന്ദ്രമോദിജി എന്നാണ്. और हिंदुस्तान की सबसे क्रेडिबल पॉलिटिकल पार्टी यदि कोई है तो भारतीय जनता पार्टी है। जो हम कहते हैं वो हम करते हैं। हमारे वर्ड्स और डीड्स में कभी कोई अंतर नहीं रहा है। मेरे बहनों भाइयों, मैं आपको याद दिलाना चाहता हूं, हम लोगों का जब इलेक्शन मैनिफेस्टो जारी हुआ था, मैं ही उस इलेक्शन मैनिफेस्टो कमेटी का चेयरमैन था। हम लोगों ने कहा कि हम आएंगे आर्टिकल 370 जिसके तहत जम्मू कश्मीर को स्पेशल स्टेटस प्राप्त है, हम उसको चुटकी बजाकर समाप्त करेंगे। आपने देखा कि पार्लियामेंट में क्लियर मेजॉरिटी मिलने के बाद हम लोगों ने आर्टिकल 370 को समाप्त कर दिया। आज जम्मू कश्मीर का वही स्टेटस है जो हिंदुस्तान की दूसरी स्टेट्स का है। പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടി വിശ്വസനീയതയുള്ള പാർട്ടിയാണ്. നാം പറയുന്നത് ചെയ്യും. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുകയില്ല. നാം നമ്മുടെ പ്രകടന പത്രിക ഇത്തവണ ഇറക്കുകയുണ്ടായി. ഞാൻ ആ പ്രകടന പത്രിക കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്. ഭരണത്തിലേറുന്നതിന് മുമ്പ് നാം പറയുകയുണ്ടായി നമുക്ക് എന്നാണോ ഭൂരിപക്ഷം കിട്ടുന്നത് അന്ന് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റുക തന്നെ ചെയ്യും. നമുക്ക് എപ്പോഴാണ് ഭൂരിപക്ഷം കിട്ടിയത്? നാം ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റുക തന്നെ ചെയ്തു. ഇന്ന് ജമ്മു കാശ്മീർ ഭാരതത്തിലെ മറ്റേതൊരു സംസ്ഥാനത്തിനെ പോലെയുമുള്ള ഒരു സംസ്ഥാനം തന്നെയാണ്. हम लोगों ने इलेक्शन मैनिफेस्टो में कहा था हम आएंगे, अयोध्या की धरती पर राम टेम्पल बनकर रहेगा। मेरे बहनों भाइयों, राम टेम्पल बन गया। 22 जनवरी को रामलला की प्राण प्रतिष्ठा हो गई। भगवान राम अपने हट से निकलकर पैलेस में पहुंच चुके हैं। अब भारत में भी राम राज्य आने के सिग्नल्स हो चुके हैं। പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രകടന പത്രികയിൽ നാം അയോധ്യ രാമക്ഷേത്രത്തെ കുറിച്ചിട്ട് പറയുകയുണ്ടായി. 22 ജനുവരിക്ക് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടക്കുകയുണ്ടായി. ഇന്ന് ശ്രീരാമ ഭഗവാൻ കുടിലിൽ നിന്നും കൊട്ടാര സദൃശ്യമായിട്ടുള്ള മന്ദിരത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ രാജ്യം രാമരാജ്യമായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്.
हम लोगों ने कहा था कि हम आएंगे ट्रिपल तलाक की सिस्टम को समाप्त करेंगे। लोग ये कहते हैं कि दूसरे के रिलीजन के मामले में आप इंटरवीन कैसे कर सकते हैं। बहनों भाइयों, चाहे हिंदू हो, मुस्लिम हो, क्रिश्चियन हो, यूज हो, यहूदी हो, सबकी मदर, सिस्टर, डॉटर, वो हम लोगों की भी मदर, सिस्टर, डॉटर है मेरे बहनों भाइयों। यदि किसी भी सिस्टर के साथ कोई जुल्म होगा, अत्याचार होगा, तो भारतीय जनता पार्टी उसके साथ खड़ी रहेगी। नारी शक्ति की रक्षा करना यह हमारा स्लोगन है। इसीलिए मुस्लिम कम्युनिटी में, मुस्लिम रिलीजन, इस्लाम के रिलीजन में जब 3 बार तलाक देकर उस बहन की छुट्टी कर दी जाती थी, इसको कोई स्वीकार करे या न करे, भारतीय जनता पार्टी से स्वीकार नहीं कर सकती थी। इसीलिए ट्रिपल तलाक सिस्टम को भी हम लोगों ने समाप्त कर दिया। പ്രിയപ്പെട്ടവരെ, മുത്തലാഖ് നാം നിർത്തുകയാണ്, നമ്മുടെ സർക്കാർ നിർത്തുകയുണ്ടായി. അന്ന് പലരും നമ്മളോട് ചോദിച്ചു, മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളിൽ എന്തിനാണ് നാം ഇടപെടുന്നതെന്ന്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, യഹൂദ, ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ആ മതങ്ങളിൽ വിശ്വസിക്കുന്ന സഹോദരിമാർ നമ്മുടെയും സഹോദരിമാരാണ്. ആ സഹോദരിമാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെയും പ്രശ്നങ്ങളാണ്. നാരീ ശക്തിയുടെ ഉന്നമനം എന്നുള്ളത് നമ്മുടെ മുദ്രാവാക്യമാണ്. അതുകൊണ്ട് തന്നെ തലാഖ് 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 എന്ന് 3 തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹമോചനം നേടിക്കൊടുക്കുന്ന ആ സംവിധാനത്തെ ആര് സ്വീകരിച്ചാലും അത് നമുക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് മുത്തലാഖിനെ നിർത്തലാക്കിയതും. बहनों भाइयों, केरला का यहां तक प्रश्न है, केरला की हालत बहुत ही खराब है। रैम्पेंट करप्शन है केरला में। लॉ एंड ऑर्डर की सिचुएशन बिल्कुल बर्बाद हो चुकी है। लेकिन आप भी जानते हैं, किसी भी स्टेट के डेवलपमेंट की पहली कंडीशन होती है लॉ एंड ऑर्डर का चुस्त दुरुस्त होना। പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെയുള്ളത്. ക്രമസമാധാനം പൂർണ്ണമായിട്ട് ഇല്ലാതെയായിരിക്കുന്നു. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു സംസ്ഥാനത്തിന്റെ പരിപൂർണമായിട്ടുള്ള വികസനത്തിന് ആ സംസ്ഥാനത്ത് ക്രമസമാധാനം അത്യന്താപേക്ഷിതമാണ്. अब केरल में जनता हमें पिछले इलेक्शन में डबल डिजिट परसेंटेज वाली पॉलिटिकल पार्टी बना चुकी है। इस बार पार्लियामेंट के इलेक्शन में आप लोग हम लोगों को डबल डिजिट सीट्स वाली पार्टी बना दीजिए। हम यकीन दिलाते हैं कि हम केरला में लॉ एंड ऑर्डर को की सिचुएशन को भी ठीक करने के लिए जो भी स्टेप्स उठाने होंगे हम वो स्टेप्स उठाएंगे और इस गवर्नमेंट के ऊपर प्रेशर बिल्डअप करेंगे कि यहां के डेवलपमेंट के लिए यहां की लॉ एंड ऑर्डर सिचुएशन चुस्त दुरुस्त की जानी चाहिए। പ്രിയപ്പെട്ടവരെ, ഈ കേരള ജനത കഴിഞ്ഞ തവണ നമുക്ക് ഇരട്ടയക്കത്തിലുള്ള വോട്ട് ശതമാനം നൽകുകയുണ്ടായി. ഇത്തവണ കേരളത്തിലെ ജനത 2 അക്കത്തിലുള്ള സീറ്റ് തന്നിട്ട് നമ്മളെ വിജയിപ്പിക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. നാം അങ്ങനെയെങ്കിൽ നാം തീർച്ചയായും ഈ നാട്ടിൽ ക്രമസമാധാനം കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. കേരള സർക്കാരിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ക്രമസമാധാന നില സംരക്ഷിച്ച് വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. हम लोगों ने यहाँ के फिशरमैन की भी चिंता की है। उनके लाइवलीहुड को स्पॉइल करने का काम यदि किसी ने किया है तो यूडीएफ और एलडीएफ ने किया है। इसलिए फिशरमैन की चिंता करते हुए हम लोगों ने कोस्ट लाइन प्रोटेक्शन करने का भी यह फैसला किया है। और बहनों भाइयों, इस बार गवर्नमेंट बनने के बाद हम कोस्ट लाइन प्रोटेक्शन का भी काम करेंगे। പ്രിയപ്പെട്ടവരെ, മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരത്തെ പിന്നോട്ടടിക്കുന്ന പ്രവർത്തനങ്ങളാണ് LDF UDF സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മുടെ സർക്കാർ തീരദേശ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ തീരദേശ സംരക്ഷണത്തിനും മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൽ നിന്നുണ്ടാവുന്നതായിരിക്കും. फिशरमैन फैमिलीज की क्वालिटी ऑफ लाइफ सुधारेंगे और उनकी डिग्निटी को बढ़ाने के लिए जो भी स्टेप्स लेने पड़ेंगे वह सारे स्टेप्स हमारी गवर्नमेंट लेगी। മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടും അവരുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും ചേർന്ന രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള നിലപാടുകളും നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. यूडीएफ या एलडीएफ इनकी कोई पॉलिटिकल क्रेडिबिलिटी नहीं है। ये लोग केरला में आपस में थल्लू कूडल करते हैं, लेकिन दिल्ली में यही कांग्रेस और लेफ्ट दोस्ती बढ़ाने के लिए मोदी राम मातल करते हैं। UDF-നും LDF-നും ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ വിശ്വാസ്യതയില്ല. അവർ കേരളത്തിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് തല്ലുകൂടൽ നടത്തുകയും അതേസമയം ഡൽഹിയിൽ ഇരുന്നിട്ട് അവരുടെ ബന്ധം ഊട്ടി ഉറപ്പിക്കുവാൻ മോതിരം മാറ്റൽ നടത്തുകയുമാണ് ചെയ്യുന്നത്.
लेफ्ट पार्टी और कांग्रेस पार्टी एक दूसरे के इरटा हैं और केरला में भी अब इनका गेम ओवर हो चुका है। कांग्रेस और लेफ्ट पार्टी दोनों, यह देश विरोधी स्वरूप भी देश की जनता के सामने अब पूरी तरह से साफ हो चुका है मेरे बहनों भाइयों। जहां कांग्रेस पार्टी की हालत ऐसी हो गई है कि हमारे सेना के जवान यदि सर्जिकल स्ट्राइक और एयर स्ट्राइक करते हैं तो हमारे आर्मी के जवानों से यह कांग्रेस और कम्युनिस्ट के लोग यह पूछते हैं कि हमको उसका प्रमाण चाहिए, क्या आपने सर्जिकल स्ट्राइक और एयर स्ट्राइक की है? सारी दुनिया मानती है, लेकिन ये लोग मानने को तैयार नहीं है। ऐसे लोग देश का भला नहीं कर सकते, देश को ऊंचाइयों पर ले जाने का काम नहीं कर सकते। ഈ ഇടതുപക്ഷവും അതോടൊപ്പം കോൺഗ്രസും ഇരട്ടകളെ പോലെ തന്നെയാണ്. അവരുടെ കേരളത്തിലെ ഈ രാഷ്ട്രീയ കളികൾ തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർ ദേശദ്രോഹ സംഘടനകൾക്ക് ഒപ്പം നിൽക്കുന്നവരാണ്. കോൺഗ്രസ് പാർട്ടിയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സർജിക്കൽ സ്ട്രൈക്കിന്, എയർ സ്ട്രൈക്കിന് തെളിവുകൾ ചോദിക്കുന്നു. ലോകം മുഴുവൻ സർജിക്കൽ സ്ട്രൈക്കിനെയും എയർ സ്ട്രൈക്കിനെയും അംഗീകരിച്ചപ്പോഴും ഇവർക്ക് അംഗീകരിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഇവർക്ക് ഇഷ്ടം ദേശദ്രോഹികളോടൊപ്പം നിൽക്കുവാൻ വേണ്ടിയിട്ടാണ്. और यहां के कोऑपरेटिव बैंक का जो स्कैम हुआ है बहनों भाइयों, उसकी भी जांच कराई जाएगी। जिन लोगों की मनी डिपॉजिट है, हम लोग इसके लिए भी लीगल एडवाइस ले रहे हैं, ताकि जांच कराने के बाद जो चीज निकल कर आएगी, हम लोगों की कोशिश होगी कि जिन लोगों का पैसे का स्कैम हुआ है उनको पैसा वापस किया जा सके। പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ സഹകരണ രംഗത്തും വളരെ വലിയ രീതിയിലുള്ള അഴിമതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. ഇനിയും അന്വേഷണം നടക്കുക തന്നെ ചെയ്യും. അന്വേഷണം നടന്നിട്ട് അതിന്റെ ഫലമനുസരിച്ച് ആർക്കൊക്കെയാണോ പണം നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ ആളുകൾക്ക് പണം തിരിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും നമ്മുടെ സർക്കാരിൽ നിന്നുണ്ടാവുന്നതാണ്. कई ऐसे मामले हैं जिनमें कि स्कैम में हम लोगों ने पैसा जनता का वापस दिलाया है। अब तक 90 करोड़ स्कैम का पैसा वापस हम लोग दिला चुके हैं। കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള അഴിമതികൾ നടന്നിട്ടുണ്ട്. ആ അഴിമതികൾ നടത്തിയ ആളുകളിൽ നിന്നെല്ലാം 90 കോടിയിലധികം വരുന്ന പണം തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ സർക്കാർ. और बीजेपी गवर्नमेंट इसके पहले भी कंट्री में 17,000 करोड़ रुपीज ऐसे स्कैम पीड़ितों को वापस पहले दिलवा चुकी है। इसीलिए हम कह रहे हैं कि कोऑपरेटिव स्कैम में जिन लोगों का पैसा गया है हम जांच कराएंगे और उसे हम वापस दिलाएंगे। ബി.ജെ.പി. സർക്കാർ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് 17,000 കോടി രൂപയാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തിട്ട് അതിനുടമസ്ഥനായിട്ടുള്ള ആളുകൾക്ക് തിരിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നു, കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിലെ അഴിമതി അന്വേഷിക്കുകയും അത് വേണ്ടപ്പെട്ട ആളുകൾക്ക് ആ പണം തിരിച്ചു നൽകുകയും ചെയ്യും. यहां की एलडीएफ गवर्नमेंट हमारे सेंट्रल गवर्नमेंट के ऊपर झूठे आरोप लगाते हुए सुप्रीम कोर्ट गई थी। और बहनों भाइयों, सुप्रीम कोर्ट ने इन्हें फटकारा है, इनके अगेंस्ट एडवर्स कमेंट किया है। सुप्रीम कोर्ट ने कहा है केरला में फाइनेंशियल क्राइसिस के लिए सेंट्रल गवर्नमेंट रिस्पांसिबल नहीं है। केरला में फाइनेंशियल क्राइसिस के लिए रिस्पांसिबल है कोई स्टेट गवर्नमेंट रिस्पांसिबल। പ്രിയപ്പെട്ടവരെ, LDF സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ വരെ പോവുകയുണ്ടായി. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് നമ്മുടെ സർക്കാരിനെ അടിച്ചോടിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. സുപ്രീം കോടതി പറഞ്ഞു, കേരളത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്ന് മാത്രമല്ല, കേരളത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി സംസ്ഥാന സർക്കാർ തന്നെയാണ്. बहनों भाइयों, मुझे पूरा विश्वास है केरला कि बीजेपी इस बार ग्रैंड ओपनिंग करेगी और हमारे नंबर ऑफ सीट्स में भी वृद्धि होगी और हमारे वोट शेयर में भी वृद्धि होगी और एलडीएफ और यूडीएफ की विशियस साइकिल से हम केरला को बाहर निकालने में पूरी तरह से कामयाब होंगे। പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്നു ഇത്തവണ കേരളത്തിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറക്കുകയുണ്ടാകും. സീറ്റുകളുടെ എണ്ണത്തിലും വോട്ട് ഷെയറിന്റെ എണ്ണത്തിലും വലിയ ഉയർച്ച നമുക്കുണ്ടാവുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ LDF, UDF സർക്കാരുകളെ തൂത്തെറിയുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക തന്നെ ചെയ്യും. बहनों भाई, ये फर्स्ट टाइम मैंने कृष्ण कुमार जी को आज बोलते हुए मैंने सुना है। इनके बारे में मैं लोगों से पूछ रहा था कि कृष्ण कुमार जी कहां से आए हैं। लोगों ने बताया कि फिल्म में बहुत ही शानदार एक्टिंग करते हैं। मैं इस नतीजे पर पहुंचा हूं कि यह केवल फिल्म में काम करने वाले शानदार एक्टर नहीं है, बल्कि रियल लाइफ में भी काम करने वाले यह शानदार एक्टर है। പ്രിയപ്പെട്ടവരെ, ഞാൻ ശ്രീ കൃഷ്ണകുമാറിനെ കുറിച്ചിട്ട് ചോദിക്കുകയുണ്ടായി, പല കാര്യങ്ങളും മനസ്സിലാക്കുകയുണ്ടായി.
അദ്ദേഹം സിനിമയിൽ വളരെ മികച്ച രീതിയിലുള്ള അഭിനയം കാഴ്ചവെക്കുന്നയാളാണ്. പലരോടുമുള്ള അഭിപ്രായ സ്വരൂപണത്തിന് ശേഷം ഞാൻ ഈ തീരുമാനത്തിലെത്തി, അദ്ദേഹം സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും വളരെ മികച്ചയാൾ തന്നെയാണ്. मैंने देखा बोलते हुए एक सीजन्ड पॉलिटिशियन की तरह वो बोल रहे थे. ये डायनेमिक भी हैं और एनर्जेटिक हैं और साथ ही साथ ये पॉपुलर भी हैं. मैं आपसे रिक्वेस्ट करने आया हूं कि मिस्टर कृष्ण कुमार को आप मौका दीजिए. एलडीएफ और यूडीएफ के करप्शन को ये पार्लियामेंट में जाकर एक्सपोज करेंगे और आपके साथ अपनी कॉन्स्टिट्यूएंसी और अपने केरल के डेवलपमेंट के लिए जो भी करना होगा करेंगे. और मैं एक सीनियर मिनिस्टर होने के नाते आपको एश्योर करना चाहता हूं, जितनी भी हमको मदद करनी होगी हम कृष्ण कुमार की मदद करेंगे सेंटर में. मेरे बहनों भाई, പ്രിയപ്പെട്ടവരെ, ശ്രീ കൃഷ്ണകുമാർ ഒരു പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം കേരളത്തിൽ വളരെ പ്രശസ്തനുമാണ്. അദ്ദേഹത്തെ കേരളത്തിൽ നിന്ന് വിജയിപ്പിച്ച് നമ്മൾ ലോക്സഭയിലേക്ക് അയക്കുകയാണെങ്കിൽ LDF UDFന്റെ അഴിമതികൾക്കെതിരെ വളരെ വലിയ ശക്തമുയർത്താൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് മികച്ച പ്രകടനങ്ങൾ നടത്താനും അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കും. ഞാൻ ഒരു സീനിയർ ലീഡർ എന്നുള്ള രീതിയിൽ പറയുന്നു, എന്റെ എല്ലാ രീതിയിലുള്ള പിന്തുണയും അദ്ദേഹം ഇവിടുന്ന് വിജയിച്ചു വന്നാൽ തീർച്ചയായും ഉണ്ടായിരിക്കുന്നതുമാണ്. ओके 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 बोलिए भारत माता की ജയ്. മാന്യനായ മന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി കുണ്ട്രയുടെ സ്നേഹോപകാരം നൽകുന്നതിന് പ്രസിഡന്റ് ഇടപെട്ട വിനോദിനെയും സുരേഷ് സന്നൽ എന്നിവരെയും ക്ഷണിക്കുന്നു. ഒരു അറിയിപ്പ് അറിയിക്കാനുണ്ട്. പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് മുമ്പോട്ട് വരണം. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സമുന്നതനായ നേതാവ് തമിഴ്നാട് ഘടകത്തിന്റെ അധ്യക്ഷൻ ശ്രീ അണ്ണാമലൈ, അദ്ദേഹം ഈ മാസം 21 വരുന്ന ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കൊല്ലം ടൗണിൽ റോഡ് ഷോ നടത്താൻ വേണ്ടി എത്തിച്ചേരും. നമ്മുടെ എല്ലാവരുടെയും മഹനീയമായ സാന്നിധ്യവും സഹകരണം ഉണ്ടാവണമെന്ന് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുകയാണ്. ഈ പൊതുസമ്മേളനത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ഇടവട്ട വിനോദ് അവരെ ക്ഷണിക്കുന്നു. ധന്യമായ ഈ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിച്ച ആദരണീയ NDAയുടെ ലോകസഭാ ഇൻചാർജ് ശ്രീ KS സോമൻചേട്ടൻ, ആദരണീയ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർജി, അതുപോലെ തന്നെ ആദരണീയ ജില്ലാ അധ്യക്ഷൻ ശ്രീ BB ഗോപകുമാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് ധന്യമാക്കിയ ആദരണീയ ഹോർണമൽ ഡിഫൻസ് മിനിസ്റ്റർ ശ്രീ രാജ്നാഥ് സിംഗ്, വേദിയിലെ എല്ലാ മഹനീയ വ്യക്തിത്വങ്ങൾക്കും പാർട്ടിയുടെ പേരിലും കുണ്ട്ര മണ്ഡലം കമ്മിറ്റിയുടെ പേരിലും അതുപോലെ തന്നെ എൻ്റെ പേരിലുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. ഇവിടെ മണ്ഡലം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, മണ്ഡലത്തിന്റെ പ്രഭാരി എന്നിവർ ഈ സ്റ്റേജിന് മുൻവശത്തേക്ക് വരണം. മണ്ഡലം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, പ്രഭാരി 3 പേരും ഈ സ്റ്റേജിന് മുൻവശത്തേക്ക് വരണം. നമ്മുടെ സംഘടനാ മണ്ഡലത്തിന്റെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ, പ്രഭാരിമാർ, ഒരു മണ്ഡലത്തിന്റെ 4 പേർ വീതം ഈ സ്റ്റേജിന് മുന്നിലേക്ക് എത്തിച്ചേരണം.